അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മൾ നമസ്കാരം ഒരു സമഗ്ര പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ്സിലാണ് അൽഹംദുലില്ലാ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അഖ്സാമുൽ മിയാഹ്, വെള്ളത്തിൻ്റെ 3 ഇനങ്ങൾ, തൊഹൂറായ വെള്ളം, ത്വാഹിറായ വെള്ളം, നജിസായ വെള്ളം, അങ്ങനെ 3 ഇനങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ നമുക്ക് വുളൂ ചെയ്യുവാനും അതുപോലെ ജനാബത്തിൽ നിന്ന് ശുദ്ധി വരുത്താനൊക്കെ യോഗ്യമായിട്ടുള്ളത് തൊഹൂറായ വെള്ളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ വുളൂയിലേക്ക് പ്രവേശിച്ചു. വുളൂയിൻ്റെ അർക്കാനുകൾ പഠിച്ചു, വുളൂയിൻ്റെ ശുറൂത്തുകൾ പഠിച്ചു, വുളൂയിൻ്റെ സുന്നത്തുകളും പഠിച്ചു. പിന്നെ വുളൂയിൻ്റെ നവാക്കിലുൽ വുളൂ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ചിലത് നമ്മൾ 3 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് 4ാമതായിട്ട് പറയാനുള്ളത് മസ്സുൽ ഫർജ് എന്ന വിഷയമാണ്. അപ്പോൾ വുളൂ മുറിയുന്നതിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ഒന്നല്ല ഖാരിജു മിനസ് സബീലൈൻ, മുൻപിൻ ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് പോവുക എന്നുള്ളത്. രണ്ടാമത്തേത് പറഞ്ഞത് മുൻപിൻ ദ്വാരങ്ങളിലൂടെയല്ലാതെ മറ്റേതെങ്കിലും ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും പുറത്തേക്ക് പോവാം. അപ്പം അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വുളൂ മുറിയുന്നത് ഏതാണ്, മുറിയാത്തത് ഏതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഉറക്കം, ഗാഢമായ ഉറക്കം, അതെന്ത് ചെയ്യും? വുളൂവിനെ നഷ്ടപ്പെടുത്തും. അതല്ലാത്ത ഉറക്കമാണ് എങ്കിൽ, നേരിയ ഉറക്കമാണെങ്കിൽ വുളൂ മുറിയുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം എന്ന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി അടുത്ത വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കണം. അതിന് മുന്നോടിയായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ എല്ലാവരും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവുക അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അതിന് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഓരോരുത്തരുടെയും നിയ്യത്തനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് കുറച്ച് നീണ്ടു നിൽക്കുന്നത് കൊണ്ട് സൂചിപ്പിക്കുകയാണ്, നമ്മൾ ഓരോ ക്ലാസ്സിന് വരുമ്പോഴും ഓരോരുത്തരുടെയും നിയ്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും പ്രതിഫലം അധികരിപ്പിക്കാം. ഇപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്ന ഒരു സദസ്സ്, ആ സദസ്സിൽ ഒരാൾ ചെന്നിരുന്നാൽ അവൻ അള്ളാഹുവിൻ്റെ പാപമോചനമുണ്ട്. ദീർഘമായ ഒരു ഹദീസിലുള്ളതാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ നിയ്യത്ത് കൂടി ഉണ്ടെങ്കിൽ അയാൾക്ക് ആ പ്രതിഫലം കൂടി ലഭിക്കും. അതുപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള തൻ്റെ സഹോദരനെ ഒരാൾ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ, സന്ദർശിക്കാൻ പോണത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ എൻ്റെ സഹോദരനാണ് എന്നൊരു ബന്ധം കൊണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മലക്ക് വിളിച്ചു പറയും, നിന്റെ നടത്തം നന്നായിട്ടുണ്ട്, സ്വർഗത്തിൽ നിനക്ക് നീ ഒരു ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ കാണാനുള്ള അവസരമാണ്. അപ്പോൾ അവിടെ ചെന്ന് ആ ബന്ധം ഒന്ന് പുതുക്കാം എന്ന നിയ്യത്തുണ്ടെങ്കിൽ നമുക്ക് ആ പ്രതിഫലം കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നിയ്യത്തുകൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? പ്രതിഫലങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ശരി, ഇനി നമ്മൾ നവാഖിലുൽ വുളൂയിലെ 4ാമത്തത്, വുളൂ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളിലെ 4ാമത്തെ എന്താണ്? മസ്സുൽ ഫർജാണ്. മസ്സുൽ ഫർജ് എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവം സ്പർശിക്കുക. അപ്പോൾ ഒരാൾ ആണാകട്ടെ പെണ്ണാകട്ടെ തൻ്റെ ലൈംഗികാവയവം സ്പർശിച്ചു കഴിഞ്ഞാൽ അയാളുടെ വുളൂ മുറിയുമോ? ഇല്ലേ? മുറിയും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, മൻ മസ്സ ദക്കറഹു ഫലിയതവല്ല, ആരെങ്കിലും തൻ്റെ ഗുഹ്യാവയവം, ദക്കർ പറഞ്ഞാൽ മുൻഭാഗം, അത് തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ വുളൂ, അവൻ വുളൂ എടുക്കട്ടെ. അപ്പം ഗുഹ്യാവയവം സ്പർശിച്ചു കഴിഞ്ഞാൽ വുളൂ മുറിയുമെന്ന് അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഫ്ലാ
അഹദുക്കും ഇദാ അഫ്ള അഹദുക്കും ബിയദിഹി ഇലാ ഫർജിഹി. ഫർജ് പറഞ്ഞാൽ അവിടെ മുൻദ്വാരവും പെട്ടു പിൻദ്വാരവും പെട്ടു. അതിലേക്ക് ആരെങ്കിലും തൻ്റെ കൈ കൊണ്ടുപോയാൽ, അവിടെ സ്പർശിച്ചു കഴിഞ്ഞാൽ, ലൈസ ദൂനഹാ ഹിജാബുൻ വലാ സിത്റുൻ, അവൻ്റെ കൈക്കോ ആ അവയവത്തിനോ ഇടയിൽ ഒരു മറയോ ഒന്നുമില്ല എങ്കിൽ ഫഖദ് വജബൽ അലൈഹിൽ വുളു, അവന് വുളു എന്തായി? നിർബന്ധമായി. അപ്പം ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്, ഒരാൾ തൻ്റെ ഗുഹ്യാവയവം സ്പർശിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു തുണിയുടെ മറ കൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമില്ലാതെ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, മുബാശറത്തൻ നേരിട്ട് കൊണ്ടു കഴിഞ്ഞാൽ അവൻ്റെ വുളു എന്ത് ചെയ്യും? ബാത്തിലാകും എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു ഹദീസിൽ ഒരു സ്വഹാബി റസൂലിനോട് വന്ന് ചോദിക്കുകയാണ്, റസൂലെ മാ തറാഫി റജുലിൻ, ഒരാളെ വിഷയത്തിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മസ്സദകറഹു ഫിസ്സലാത്ത്, നിസ്കാരത്തിൽ അയാൾ എന്ത് ചെയ്തു? അയാളുടെ ഗുഹ്യാവയവം സ്പർശിച്ചു. അപ്പം അയാൾ വുളു പുതുക്കണമെന്നാണ് ചോദ്യം. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണില്ല, വേണ്ട. വഹൽ ഹുവ ഇല്ലാ ബിൽഅത്തും മിൻക ഔ മുൽഗത്തും മിൻക, അത് നിന്നിൽപ്പെട്ട ഒരവയവം മാത്രമല്ലയോ? കൈയുള്ളതുപോലെ, നെറ്റുള്ളതുപോലെ, കാലുള്ളതുപോലെ ഒരവയവം മാത്രമല്ലയോ? അപ്പോൾ വുളു പുതുക്കേണ്ടതില്ല. അപ്പോൾ രണ്ട് ഹദീസുകൾ, ഒരു ഹദീസിൽ പുതുക്കണം എന്നുള്ളത് വന്നു, ഒരു ഹദീസിൽ പുതുക്കണ്ട എന്നുള്ളത് വന്നു. അപ്പോൾ ഇതിനെ പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് പണ്ഡിതന്മാർ 2-3 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ തൻ്റെ ഗുഹ്യാവയവത്തെ വികാരത്തോടു കൂടിയാണ് സ്പർശിക്കുന്നത് എങ്കിൽ അവൻ്റെ വുളു മുറിയുന്നില്ലതാണ്. നിസ്കാരത്തിൽ എന്തായാലും എന്താവില്ല, വികാരത്തോടല്ലല്ലോ തൊടുണ്ടാവുക, അറിയാതെ ചിലപ്പോൾ ചൊറിഞ്ഞപ്പോഴോ ഒക്കെ ചിലപ്പോൾ തട്ടിയതായിരിക്കും. അപ്പം അങ്ങനെയാണ് കൊണ്ടത് എങ്കിൽ അവൻ വുളു പുതുക്കേണ്ടതില്ല. വികാരത്തോടു കൂടിയാണെങ്കിൽ അവൻ പുതുക്കണം എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? വുളു എടുക്കണം എന്ന് പറഞ്ഞല്ലോ, അത് സുന്നത്തായ വുളുവാണ്. അപ്പം അടിസ്ഥാനം വുളു എടുക്കണ്ട എന്നുള്ളതാണ്. പക്ഷേ തൊട്ട് കഴിഞ്ഞാൽ സുന്നത്തായ വുളു എടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാണാം. അതിൽ നമുക്ക് പ്രബലമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, ഒരാൾ തൻ്റെ ഗുഹ്യാവയവത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അവൻ വുളു പുതുക്കുക എന്നുള്ളതാണ് സൂക്ഷ്മതക്ക് നല്ലതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗുഹ്യാവയവത്തിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് മുൻദ്വാരാകട്ടെ പിൻദ്വാരാകട്ടെ വുളു എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. അത് വികാരത്തോടെയാണെങ്കിലും അല്ലെങ്കിലും അവൻ വുളു പുതുക്കണം എന്നതാണ് സൂക്ഷ്മമായ അഭിപ്രായം. അല്ലാഹു അഅലം. വുളു മുറിഞ്ഞു പോകുന്ന അവിടെ ഒരു മറ്റൊരു മസല കൂടി, നമ്മളെ ഫർജ് മാത്രമല്ല മറ്റുള്ളവരെ ഫർജ് തൊട്ടാലും എന്ത് ചെയ്യും? വുളു മുറും. അങ്ങനത്തെ ഒരു മസല ഇപ്പോൾ നിത്യ രീതിയിൽ നമുക്ക് വരിക, ഉമ്മമാർക്ക് എന്ത് ചെയ്യും? കുട്ടികളെ കുളിപ്പിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുട്ടികളെ മലമൂത്ര വിസർജനം അത് വൃത്തിയാക്കിയിട്ട് അവർക്ക് കഴുകി കൊടുക്കുമ്പോൾ ഉമ്മമാർ വുളു എന്ത് ചെയ്യും? ആ ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ച് മുറിയാതിരിക്കുകയില്ല. കുട്ടിയാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ഒരേ ഹുക്മ തന്നെയാണ്. ആ വുളു എന്ത് ചെയ്യും? ബാത്തിലായി പോകും. അല്ലാഹു അഅലം. അടുത്തൊന്ന് മസ്സുൽ മർഅ, സ്ത്രീയെ സ്പർശിക്കലാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സ്പർശിച്ചു കഴിഞ്ഞാൽ വുളു എന്ത് ചെയ്യും? മുറിഞ്ഞു പോകും. അന്യ സ്ത്രീയെ, അതോ നമ്മളെ കുടുംബത്തിലെ സ്ത്രീയെ, മഹറമായ അന്യ സ്ത്രീ. അപ്പോൾ അന്യ സ്ത്രീകളെ സ്പർശിക്കാൻ പറ്റുമോ? ഹറാമാണ്. പക്ഷെ അറിയാതെ തൊട്ടുപോയാൽ എന്താ? ഇവിടെ അന്യ സ്ത്രീയും മഹറം എല്ലാവരും ആണ് ഇവിടെ ഉദ്ദേശം. ഒരു സ്ത്രീനെ കേവലം, അത് ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും ആരാണെങ്കിലും അവർ സ്പർശിച്ചു കഴിഞ്ഞാൽ വുളു മുറിയുമോ? മസ്സുൽ മർഅ. അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് വുളു മുറിയുമെന്നതാണ്. ഭാര്യനെ തൊട്ടാലും എന്ത് ചെയ്യും? വുളു മുറിയും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, ഷാഫി മദ്ഹബ് അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും? വുളു എടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഭാര്യൻ്റെ അവരെ തൊടല്ലേ, അല്ലെങ്കിൽ ഭർത്താവ് തൊടല്ലേ എന്നാണ് മാറിക്കുക, വുളു എടുത്ത് വരികയാണ് കാര്യം. അങ്ങനെയാണ് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം, വികാരത്തോടു കൂടി തൊട്ടാൽ എന്ത് ചെയ്യും? വുളു മുറിയും. വികാരമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയുകയില്ല. അപ്പോൾ ഭാര്യനെയാണെങ്കിലും വികാരത്തോടു കൂടി ചുംബിച്ചു, അപ്പം എന്ത് ചെയ്യും? വുളു മുറിയും. വികാരമില്ലെങ്കിൽ വുളു മുറിയൂല. മൂന്നാമത്തെ ഒരു അഭിപ്രായം, എങ്ങനെ തൊട്ടാലും എന്ത് ചെയ്യൂല? വുളു മുറിയൂല. എങ്ങനെ തൊട്ടാലും, വികാരം ഉണ്ടെങ്കിലും വികാരമില്ലെങ്കിലും എങ്ങനെ ഒരു സ്ത്രീയെ സ്പർശിച്ചു കഴിഞ്ഞാൽ, അത് ഭാര്യയാകട്ടെ അന്യ സ്ത്രീയാകട്ടെ ആരാണെങ്കിലും വുളു ബാത്തിലാവുകയില്ല. ഇങ്ങനെ 3 അഭിപ്രായങ്ങളുണ്ട്. അതാണ് ഹനഫി മദ്ഹബ്. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ നിന്ന് സമസ്തക്കാർ ഹജ്ജിന് പോകുമ്പോൾ എങ്ങനെ പോവുക? ഇഹ്റാം കെട്ടുമ്പോൾ അങ്ങനെ പറയും, ഞങ്ങൾ ഷാഫി മദ്ഹബിൽ നിന്ന്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഹനഫി മദ്ഹബിലേക്ക് മാറിയിരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ പറയും ഹനഫി മദ്ഹബിൽ നിന്ന് ഷാഫി മദ്ഹബിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ ഒന്നും ശരിക്കും ഇസ്ലാമിൽ ഇല്ല. അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അതെന്ത്? എങ്ങനെ ഒരു സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാലും വുളു ബാത്തിലാവുകയില്ല എന്നുള്ളത്. ഇതിൽ പ്രബലമായി നമുക്ക് മനസ്സിലാവുന്ന അഭിപ്രായം, അല്ലാഹു അഅലം, ഒരു സ്ത്രീയെ എങ്ങനെ തൊട്ടാലും വുളു മുറിയുകയില്ല എന്നുള്ളതാണ്. വികാരത്തോടെ തൊട്ടാലും വികാരമില്ലാതെ എങ്ങനെ ഒരു സ്ത്രീയെ നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാലും വുളു ബാത്തിലാവുകയില്ല. എന്താണ് അതിന് തെളിവ്?
ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കുന്തു അനാമു ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കിടന്നുറങ്ങാണ്. അപ്പോൾ റസൂൽ നിസ്കരിക്കുകയാണ്. വരിജിലായ ഫീ ഖിബ്ലത്തിഹി, എൻ്റെ കാലുകൾ റസൂലിൻ്റെ ഖിബ്ലയുടെ നേരെയാണ്. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ സജദ, സുജൂദ് ചെയ്യുമ്പോൾ ഗമസനി, ഇന്നൊന്ന് നുള്ളും, ചെറുതായിട്ടൊന്നുള്ളും, സുജൂദക്ക് വരികയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യും? ഫഖബൽതു റിജ്ലിയ, എൻ്റെ കാലുകൾ ഞാൻ വലിച്ചു വെക്കും. വ ഇദാ ഖാമ, റസൂൽ എഴുന്നേറ്റാൽ ബസത്തഹുമ, ഞാൻ രണ്ടും എന്ത് ചെയ്യും? നീട്ടി വെക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കേവല സ്പർശനാണ്, ഒരു വികാരത്തോടുകൂടിയുള്ള സ്പർശനാവില്ല, കേവല സ്പർശനാണ്. അപ്പോൾ കേവല സ്പർശനം കൊണ്ട് വുളു മുറിയുകയില്ല എന്നീ ഹദീസ് എന്താണ്? വ്യക്തമാണ്. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്നഹു ഖബ്ബല ബഅള നിസാഇഹി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരിൽ ഒരുവളെ ചുംബിച്ചു. അത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ്. ചുംബിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സുമ്മ ഖറജ ഇല സ്വലാത്തി വലം യതവല്ല, നിസ്കാരത്തിലേക്ക് പുറപ്പെട്ടു, റസൂൽ വുളു എടുത്തില്ല. അപ്പോൾ ചുംബിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? വികാരം ഉണ്ടാവും. അങ്ങനെ ചുംബിച്ചിട്ട് പോലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു പുതുക്കിയില്ല. സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താ മനസ്സിലാവണം? എങ്ങനെ സ്പർശിച്ചാലും വുളു മുറിയുകയില്ല. പക്ഷേ വികാരം ഉണ്ടായി അതിലൂടെ മദിയ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലോ അപ്പോൾ വുളു ബാത്തിലായി. വികാരത്തോടു കൂടി സ്പർശിക്കുമ്പോൾ മദിയ പുറപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ വുളു ബാത്തിലാണ്. അതല്ലാതെ സ്ത്രീയെ സ്പർശിച്ചത് കൊണ്ട് എന്ത് ചെയ്യൂല? വുളു മുറിയുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു അഅലം. അടുത്തത് കാണാണ്ട, കുറച്ച് കളർഫുള്ളായില്ലേ? അക്ലു ലഹ്മിൽ ഇബിൽ, ഒട്ടകമാംസം കഴിക്കൽ. ഒട്ടകമാംസം കഴിച്ചാൽ വുളു ബാത്തിലാകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി ചോദിക്കുകയാണ്, അതവല്ലഉ മിൻ ലുഹൂമിൽ ഗനം, റസൂൽ ആടിൻ്റെ മാംസത്തിൽ ഞാൻ വുളു എടുക്കണോ? ആടിൻ്റെ മാംസം കഴിച്ചാൽ? അപ്പോൾ റസൂൽ പറഞ്ഞു, ഇൻഷിഇത ഫതവല്ല ഇൻഷിഇത ഫലാ തവല്ല, ഉദ്ദേശിക്കുകയാണെങ്കിൽ വുളു എടുത്തോ, ഉദ്ദേശിക്കുകയാണെങ്കിൽ വുളു എടുക്കേണ്ട, അഥവാ നിർബന്ധമില്ല എന്നർത്ഥം. രണ്ടാമത് ചോദിച്ചു, അതവല്ലഉ മിൻ ലുഹൂമിൽ ഇബിൽ, ഒട്ടകത്തിൻ്റെ മാംസത്തിൽ വുളു എടുക്കണോ? നഅം ഫതവല്ല മിൻ ലുഹൂമിൽ ഇബിൽ, അതെ, ഒട്ടകത്തിൻ്റെ മാംസത്തിൽ വുളു എടുക്കണം. അപ്പോൾ ഒട്ടക മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ വുളു ബാത്തിലാവും. മറ്റൊന്ന് അരിദ്ദത്ത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാം. ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയാൽ ഓൻ്റെ വുളു മാത്രമല്ല, ഓൻ്റെ വമൻ യക്ഫുർ ബിൽ ഈമാൻ ഫഖദ് ഹബിത അമലുഹു, എല്ലാവരും പൊളിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഏതും നഷ്ടപ്പെട്ടു? വുളുവും നഷ്ടപ്പെടും. മറ്റൊന്ന് ഗസ്ലുൽ മയ്യിത്തി, മയ്യത്ത് കഴുകുക, മയ്യത്ത് കുളിപ്പിക്കുക. മയ്യത്ത് കുളിപ്പിച്ചാൽ വുളു ബാത്തിലാകുമോ? ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗസ്സല മയ്യിതൻ ഫൽയഗ്തസിൽ, ആരെങ്കിലും മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ കുളിക്കട്ടെ. വമൻ ഹമലഹു ഫൽയതവല്ല, ആരെങ്കിലും മയ്യത്ത് ചുമന്നാൽ അവൻ വുളു എടുക്കട്ടെ. അപ്പോൾ ഇവിടെ മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ കുളിക്കട്ടെ എന്നാണ് റസൂൽ പറഞ്ഞത്. ആ കുളി എന്തല്ല? നിർബന്ധ കുളിയല്ല. നമ്മളിനി കുളിയുടെ വിഷയം വരുമ്പോൾ അത് പറയും ഇൻഷാ അല്ലാഹ്. നിർബന്ധ കുളിയല്ല, അത് സുന്നത്തായ കുളിയാണ്. അപ്പോൾ പണ്ഡിതന്മാർ റസൂൽ കുളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുളിയുടെ ഏറ്റവും ചെറിയൊരു രൂപമാണ് എന്ത്? വുളുവെങ്കിലും ചെയ്യാന്നില്ലേ, ചെറിയ അശുദ്ധി. അപ്പോൾ അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് വുളു എടുക്കൽ എന്താണ്? കുളി നിർബന്ധമല്ലെങ്കിലും വുളു എടുക്കൽ നിർബന്ധമാണ്. എന്നാൽ വുളുവും നിർബന്ധമല്ല എന്താണ് പ്രബല അഭിപ്രായം. വുളുവും എന്താണ്? സുന്നത്തുള്ളത്. അപ്പോൾ മയ്യത്തിനെ കുളിപ്പിച്ചാൽ വുളു മുറിയുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഇത്രയും കാര്യങ്ങളാണ് വുളു മുറിയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മുൻപിൻ ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുക, അതല്ലാത്ത ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും പുറത്തേക്ക് പോവുക, അതിൽ വുളു മുറിയുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഉറക്കം. പിന്നെ നാലാമത്തത് ഗുഹ്യാവയവം സ്പർശിക്കൽ, സ്ത്രീയെ സ്പർശിക്കൽ, ഒട്ടകമാംസം കഴിക്കൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൽ, അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കൽ. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യും? ഇതിൽ പലതിലും വുളു മുറിയുന്ന കാര്യങ്ങളാണ്. ഇനി മറ്റൊരു മസ്അല, ഹുക്മുൽ വുളൂഇ ബിൽ മാഇൽ മുസ്തഅമൽ, മുസ്തഅമലായ വെള്ളം കൊണ്ട് വുളു എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്താ മുസ്തഅമലായ വെള്ളം എന്ന് പറഞ്ഞാൽ? ഇത് നമുക്കൊക്കെ നിത്യജീവിതത്തിൽ വരുന്നൊരു കാര്യമാണ്. നമ്മൾ ബാത്റൂമിലേക്ക് എന്ത് ചെയ്തു? ഒരാൾ വുളു എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ബക്കറ്റിൽ വെള്ളമില്ല, ബക്കറ്റ് കാലിയാണ്. പൈപ്പിൻ്റെ ചോട്ടിൽ ബക്കറ്റ് വെച്ചിട്ട് വുളു എടുത്തു ഒരാൾ. വുളു എടുത്തപ്പോൾ അങ്ങനെ മുഖം കഴുകുമ്പോൾ അതേപോലെ കൈ കഴുകുമ്പോൾ ആ വെള്ളം നേരം എന്ത് ചെയ്യാണ്? ബക്കറ്റിലേക്ക് ചാടുകയാണ്. അങ്ങനെ ബക്കറ്റിൽ ആ വെള്ളം ബാക്കിയായി നിൽക്കേ മറ്റൊരാൾ വുളു എടുക്കാൻ കയറി. അയാൾക്ക് ആ ബക്കറ്റിലെ വെള്ളം കൊണ്ട് വുളു എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇയാളെന്നെ അവസാനം കാല് കഴുകുമ്പോൾ ആ വെള്ളം കൊണ്ട് കാല് കഴുകാൻ പറ്റുമോ? ഈ വെള്ളത്തിനാണ് മാ ഉൽ മുസ്തഅമൽ എന്ന് പറയാം. എന്ത്? നമ്മൾ ശരീരത്തിൽ നിന്ന് ഇറ്റി വീണ, വുളു എടുക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ഇറ്റി വീണ വെള്ളം, ഇതാണ് മാ ഉൽ മുസ്തഅമൽ. ഇതുകൊണ്ട് വുളു എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. പറ്റുമോ?
ഇല്ല. വേറെ അഭിപ്രായം ഉണ്ടോ? പറ്റൂല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷെ അത് ശരിയല്ല. ശരിയായ അഭിപ്രായ പ്രകാരം പറ്റുമെന്നുള്ളതാണ്. കാരണം എന്താണ്? വെള്ളം തൊഹൂറാണ്. നമ്മൾ പറഞ്ഞില്ലേ, തൊഹൂറായ വെള്ളം അതുകൊണ്ട് വുളു എടുക്കാം. ഇവിടെ നമ്മളെ ശരീരത്തിൽ നിന്ന് വെള്ളം ഉറ്റി വീണാൽ അത് നജസാവുമോ? ഇല്ല. കാരണം ഇന്നൽ മുഅ്മിന ലാ യൻജുസ്, ഒരു വിശ്വാസി ഒരിക്കലും നജസാവൂല. മനുഷ്യന്റെ മയ്യത്ത് എന്തല്ല? നജസല്ല. അപ്പം നമ്മളൊരിക്കലും മരിച്ചാലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ നജസാവുകയില്ല. അതുകൊണ്ട് നമ്മളെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീണ വെള്ളം എന്തല്ല? നജസല്ല, തൊഹൂറായ വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വുളു എടുക്കാവുന്നതാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പാടില്ല, കറാഹത്താണ് എന്ന് പറഞ്ഞത് കൊണ്ട് സൂക്ഷ്മതക്ക് നല്ലത് എന്താണ്? നമ്മൾ എങ്ങനെ? ഇല്ല, അളവൊന്നുമില്ല. ചില പണ്ഡിതന്മാർ ഇതാ ബലഗൽ മാ കുല്ലത്തൈലം യഹ്മിൽ ഖബസ കുല്ലത്തൈനെ കണക്ക് വെച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വെള്ളം, നമ്മൾ പറഞ്ഞ നജസ് ചാടിയിട്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, നജസ് ചാടിയിട്ട് വെള്ളത്തിൻ്റെ മണമോ നിറമോ രുചിയോ മാറിയിട്ടില്ല എങ്കിൽ വെള്ളം ഒരിക്കലും നജസല്ല. അത് മാറിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുല്ലത്തിൻ്റെ കണക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മളെന്താണ്? വെള്ളം നജസായിട്ട് പരിഗണിക്കണം. അതേപോലെ മാറിയിട്ടില്ലെങ്കിൽ അവിടെയും കുല്ലത്തിൻ്റെ കണക്ക് നോക്കേണ്ട, നജസായിട്ട് പരിഗണിക്കേണ്ടതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു അഅലം. ശരി. അപ്പോൾ മുസ്തഅമലായ വെള്ളം കൊണ്ട് നമുക്ക് മാറ്റിവെക്കലാണ് സൂക്ഷ്മതക്ക് നല്ലത്. എന്നാൽ അതുകൊണ്ട് വുളു എടുത്താൽ അവൻ്റെ വുളു എന്താണ്? സ്വഹീഹാണ്, സ്വീകരിക്കുന്നതാണ്. ഇനി ഇതിൽ മറ്റൊരു മസല, മൻകാന ഹദസുഹു ദായിമൻ മുസ്തമറൻ, ഒരാളുടെ അശുദ്ധി സ്ഥിരമാണ്. എങ്ങനെ? അയാൾ കസാഹിബി സലസിൽ ബൗൽ വരീഹ്, ചില ആൾക്ക് മൂത്രവാർച്ച ഉണ്ടാവും. അതേപോലെ ചില ആൾക്കാർക്ക് വുളു എടുത്താലും കീഴ്വായു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വുളു എന്ത് ചെയ്യൂല? നിൽക്കാത്ത അവസ്ഥ. കുറച്ച് പ്രായമാകുമ്പോൾ അല്ലെ മൂത്രവാർച്ച ഒക്കെ ഉണ്ടാവുമ്പോൾ, അപ്പോൾ അവരെങ്ങനെയാണ് ശുദ്ധി വരുത്തേണ്ടത് എന്നുള്ളതാണ്. അവർക്ക് സമയമായി കഴിഞ്ഞാലാണ്, അഥവാ നമസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാലാണ് അവർക്ക് ശുദ്ധി വരുത്താൻ പറ്റുക. അപ്പോൾ നമസ്കാരത്തിൻ്റെ സമയം ആവണതിൻ്റെ മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? വുളു എടുത്തിട്ട് അവർ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാൻ പാടില്ല. അത് ഇസ്തിഹാലത്ത് ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് ഹൈലും നിഫാസും അല്ലാതെ ഒരു രോഗമായിട്ട് അവർക്ക് ഹൈലിൻ്റെയും നിഫാസിൻ്റെയും സമയം തെറ്റിയിട്ട് വരുന്ന രക്തം, ഇസ്തിഹാലത്ത്, അതിൻ്റെ അതേ വിധിയിലാണ് മൂത്രവാർച്ചയും അതുപോലെ കീഴ്വായു നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുള്ള വിധി. ഇസ്തിഹാദത്തിൻ്റെ അസുഖമുള്ളവരും അതുപോലെ മൂത്രവാർച്ച സ്ഥിരമായിട്ട് കീഴ്വായു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നിരന്തരം, അവരൊക്കെ ഒരേ വിധിയാണ്. എന്താണ്? അവർ നമസ്കാരത്തിൻ്റെ സമയമായാൽ ഇസ്തിഹാദത്തിൻ്റെ അസുഖമുള്ളവരാണെങ്കിൽ കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അവർ വുളു എടുക്കുക. മറ്റവരാണെങ്കിൽ അവർ വുളു എടുക്കുക, എന്നിട്ട് വേഗം എന്ത് ചെയ്യുക? നമസ്കരിക്കുക. ഇത്തരക്കാർക്ക് ഒരു അളവ് കൂടി ഉണ്ട്. അവർക്ക് ഓരോ സമയത്തും ഇങ്ങനെ നമസ്കരിക്കൽ ബുദ്ധിമുട്ടാണെങ്കിൽ, ചിലപ്പോൾ അവർ പിന്നെ മൂത്രവാർച്ചയുള്ളവരാണെങ്കിൽ ഡ്രസ്സിൽ എന്ത് ചെയ്യും? എപ്പോഴും നജസ്സും ആയിക്കൊണ്ടിരിക്കും. അത് മാറ്റുവാണല്ലോ. അതൊക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ അവർക്ക് ജംഅ ചെയ്യാനുള്ള അനുവാദം കൂടിയുണ്ട്. ഇസ്തിഹാദത്തുള്ളവർക്കും ജംഅ ചെയ്യാനുള്ള. അപ്പോൾ ളുഹറിൻ്റെ സമയത്ത് വേഗം ശുദ്ധിയാക്കുക, ളുഹർ അസ്ർ നമസ്കരിക്കുക. മഗ്രിബിൻ്റെ സമയത്ത് ശുദ്ധിയാക്കുക, മഗ്രിബും ഇശാവും നമസ്കരിക്കുക. അങ്ങനെ അളവ് കൂടി അതിൽ നൽകിയിട്ടുണ്ട്. അല്ലാഹു അഅലം. ശരി. ഇനി മാ യുസ്തഹബ്ബു ലഹുൽ വുളു, വുളു എടുക്കൽ സുന്നത്തായ സന്ദർഭങ്ങൾ. വുളു എടുക്കൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വുളു നിർബന്ധമായിട്ടും എടുക്കേണ്ട സന്ദർഭങ്ങളാണ് വുളു മുറിഞ്ഞു പോണത്. ഇനി വുളു ചില സന്ദർഭങ്ങളിൽ ചില കർമ്മങ്ങൾ ചെയ്യാൻ വുളു എന്ത് ചെയ്യണം? സുന്നത്താണ്, നിർബന്ധമല്ല, നല്ലതാണ്. അതിൽപ്പെട്ട ഒന്നാണ് അതിൻ്റെ ദിക്റില്ല, അള്ളാഹുവിനെ ഓർക്കൽ. അപ്പോൾ നമ്മൾ ദിക്ർ ചെല്ലുക എന്ന് പറഞ്ഞാൽ ദിക്ർ ചെല്ലാൻ, അതേപോലെ ദിക്ർ ചെല്ലിൽ ഏറ്റവും വലുത് ദിക്ർ ഏതാ? ഖുർആനാണ്. അപ്പോൾ ഖുർആൻ ഓതാൻ, മുസ്ഹഫ് സ്പർശിച്ച് ഓതാനല്ല കേട്ടോ, മുസ്ഹഫ് തൊടാതെ ഖുർആൻ മനപ്പാടല്ലതോ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിട്ടോ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടൊക്കെ ഓതാൻ വുളു എന്താണ്? സുന്നത്താണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി കരിഹ്തു അൻ അദ്കുറല്ലാഹ അസ്സ വജല്ല ഇല്ലാ അലാ തുഹ്രിൻ, ശുദ്ധിയില്ലാതെ അള്ളാഹുവിനെ ഓർക്കുവാൻ ഞാൻ വെറുക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദിക്ർ ചെല്ലാൻ, അതേപോലെ തന്നെ മുസ്ഹഫ് സ്പർശിക്കാതെ ഖുർആൻ ഓതാനൊക്കെ വുളു എന്താണ്? നമ്മൾക്ക് എടുക്കൽ സുന്നത്താണ്. മുസ്ഹഫ് സ്പർശിക്കണമെങ്കിലോ വുളു നിർബന്ധമാണ്. മുസ്ഹഫ് സ്പർശിക്കണമെങ്കിൽ വുളു നിർബന്ധമാണ്. അപ്പോൾ ഒരാൾ പൊടിയെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അൽമറ മുറ, അവിടെ ഖുർആനുണ്ട്, മുസ്ഹഫ് ഉണ്ട്, അത് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്കൊന്ന് തൽക്കാലം മാറ്റി വെക്കണം. അതിന് വുളു ആവശ്യമുണ്ടോ? വേണ്ട, അതിനും വുളു ആവശ്യമാണ്. മുസ്ഹഫ് സ്പർശിക്കണമെങ്കിൽ എന്ത് വേണം? വുളു നിർബന്ധമാണ്. പിന്നെ നിരന്തരം ആവശ്യമുള്ള പഠിതാക്കൾ, പഠിപ്പിക്കലേര്, അങ്ങനത്തെവർക്കൊക്കെ ചില അളവുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് ശക്തമായിട്ട് പറഞ്ഞത് മുസ്ഹഫ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ പോലും എന്ത് വേണം? മുസ്ഹഫ് സ്പർശിക്കണമെങ്കിൽ വുളു ആവശ്യമാണ്.
അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ഖുർആൻ ഓതണമെങ്കിൽ മുസഹഫ് തൊടാതെ ഖുർആൻ മൊബൈലിലോ ഏതിലെങ്കിലും ഓതണമെങ്കിൽ അതിന് വുളു നിർബന്ധമല്ല, പക്ഷേ സുന്നത്താണ് താനും. അല്ലാഹു അലം. മറ്റൊന്ന് ഇന്ദന്നവും, ഉറങ്ങാൻ നേരത്ത് വുളു എടുത്തിട്ട് ഉറങ്ങാന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതൈത മൽജഅക്, നീ നിന്റെ വിരിപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് ചെയ്യണം? ഫതവല്ല വുളുഅഹു ലിസ്സലാത്ത്, നിസ്കാരത്തിന് എന്ന പോലെ നീ വുളു എടുത്തിട്ട് സുമ്മൽ തജി അലാ ഷിഖ്ഖിക അയ്മൻ, പിന്നെ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് അല്ലാഹുമ്മ അസ്ലംതു നഫ്സിയിലേക്ക് ഫവ്വൽതു അംരിയിലേക്ക് എന്നുള്ള പ്രാർത്ഥന ചൊല്ലി കടന്നാൽ ഫിത്രത്തിലാണ്, മരിച്ചു കഴിഞ്ഞാൽ ശുദ്ധ പ്രകൃതിയിൽ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള രൂപത്തിൽ മരണപ്പെടാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് അൽ ജുനുബു ഇദാ അറാദ ത്വആം അവിൽ ശറാബ് അവിൽ ജിമാ അവിൻ നൗം, ജനാപത്തുകാരൻ, ഒരാൾ ജനാപത്തായിട്ടുണ്ട്, കുളിച്ചില്ല, ഓന് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ, അല്ലെങ്കിൽ ഉറങ്ങാൻ, അല്ലെങ്കിൽ അടുത്തൊരു തവണ കൂടി ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ ഉദ്ദേശിച്ചാൽ ഇതിനിടയിൽ വുളു എന്താണ്? സുന്നത്താണ്. വുളു എടുക്കൽ സുന്നത്ത്. അപ്പം നമ്മൾ ജനാപത്തുകാരനായി കുളിക്കണില്ല, കുറച്ച് കഴിഞ്ഞ് കുളിക്കാമെന്ന് വിചാരിക്കുക, അപ്പോഴേക്കിന് വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഒന്ന് കടന്നുറങ്ങണം, രാത്രിയിലാണ്, രാവിലെ നീച്ച് കുളിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നുകൂടി ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ ഉദ്ദേശിച്ച് നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ വുളു എടുക്കൽ, ഫർജ് കഴുകി വൃത്തിയാക്കി വുളു എടുക്കൽ എന്താണ്? സുന്നത്താണ്. ഹദീസിൽ കാണാം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അയ്യനാമ, റസൂൽ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, ഔ യഅകുല ഔ യശ്റബ, അല്ലെങ്കിൽ തിന്നാൻ കുടിക്കാൻ ഉദ്ദേശിച്ചാൽ, വഹുവ ജുനുബുൻ, ജനാപത്തുകാരനായിരിക്കെ റസൂൽ എന്ത് ചെയ്യും? നിസ്കാരത്തിനെന്ന പോലെ വുളു എടുക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയിട്ട് ജിമായി ചെയ്തു, അങ്ങനെ അവൻ രണ്ടാമതും അതിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചാൽ, അതിനിടയിൽ അവൻ കുളിക്കാതെ മടങ്ങാൻ ഉദ്ദേശിച്ചാൽ അവൻ എന്ത് ചെയ്യട്ടെ? വുളു എടുക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സുന്നത്തായ വുളുകളാണ്. അതുപോലെ തജ്ദീദുൽ വുളു ലികുല്ലി സ്വലാത്ത്, ഓരോ നിസ്കാരത്തിനും വുളു പുതുക്കാന്നില്ല, ഇതൊക്കെ സുന്നത്തായ വുളുകളാണ്. ഫളായിലുൽ വുളു, വുളുവിൻ്റെ ഫളായിലുകൾ, വുളു എടുക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ശ്രേഷ്ഠതകൾ, വുളു കൊണ്ടുള്ള ശ്രേഷ്ഠത. എന്തൊക്കെ ശ്രേഷ്ഠതകളുണ്ട്? സബബുൽ ലിഹുബ്ബില്ല, വുളു എടുക്കൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുവാൻ കാരണമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ, തൗബ ചെയ്യുന്നവരെയും നല്ലോണം ശുദ്ധി വരുത്തുന്നവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. മറ്റൊന്ന് സബബുൻ ഫി ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാണ് വുളു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, മാമിൻ അഹദിൻ യതവല്ലഉ, ഒരാൾ വുളു എടുത്തു, ഫയുഹ്സിനു തുഹൂറ, നല്ലോണം ശുദ്ധിയാക്കി, അഥവാ നല്ല രൂപത്തിൽ ചെയ്യേണ്ട രൂപത്തിൽ ഷർത്തും റുക്നൊക്കെ പാലിച്ച് എന്ത് ചെയ്തു? ഒരാൾ വുളു എടുത്തു. സുമ്മ യുസല്ലി റക്അതൈനി, എന്നിട്ട് 2 റക്അത്തുകൾ നമസ്കരിച്ചാൽ, യുഖ്ബിലു ബിഖൽബിഹി വവജ്ഹിഹി അലൈഹിമാ, അവൻ ആ നിസ്കാരത്തിൽ നല്ല ഖുശൂഅോടുകൂടി, ഹൃദയവും ഇതൊക്കെ അള്ളാഹുവിലേക്ക് മാത്രമാക്കി നല്ല ഖുശൂഅോടുകൂടി നിസ്കരിച്ചാൽ, ഇല്ലാ വജബത് ലഹുൽ ജന്ന, ഒരു സ്വർഗം നിർബന്ധമാകാതിരിക്കുകയില്ല. സ്വർഗം നിർബന്ധമാണെന്ന്. അപ്പം നമ്മൾ നല്ലോണം വുളു എടുത്ത് 2 റക്അത്ത് നല്ല ഖുശൂഅോടുകൂടി നിസ്കരിച്ചാൽ എന്ത് ചെയ്യും? അവന് സ്വർഗം നിർബന്ധം. മറ്റൊരു ഹദീസിൽ കാണാം, ഇതുപോലെ ഒരാൾ വുളു എടുത്തിട്ട്, ഒരാൾ തെറ്റ് ചെയ്തിട്ട് വുളു എടുത്തിട്ട് നിസ്കരിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു ആ പാപുവിന് പുറത്തു കൊടുക്കുന്നതാണ്. ആ നമസ്കാരത്തിന് സ്വലാത്തു തൗബ എന്നാണ് പറയാം, സ്വലാത്തു തൗബ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വുളു കൊണ്ട് ലഭിക്കുന്ന ഫളിലാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫളിലാണ് റഫ്ഉദ് ദറജാത്ത് വ തക്ഫീറുൽ ഖത്വായ, നമ്മളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ദർജ ഉയരും, നമ്മുടെ പാപങ്ങളും മായ്ക്കപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, അലാ അദുല്ലുക അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖത്വായ വ യർഫഉ ബിഹിദ് ദറജാത്ത്, അള്ളാഹു നിങ്ങളുടെ സ്ഥാനങ്ങൾ ഉയർത്തിത്തരുന്ന, പാപങ്ങൾ മായ്ക്കപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അതേന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഇസ്ബാഗുൽ വുദൂഇ അലൽ മക്കാരിഹി, വെറുപ്പുള്ള സമയത്ത്, അഥവാ നല്ല തണുപ്പ് അല്ലെങ്കിൽ നല്ല ക്ഷീണം, ശരീരത്തിന് വയ്യാത്ത ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ വുളു എടുക്കുക. അതുപോലെ തന്നെ കസ്റത്തുൽ ഖുത്വ ഇലൽ മസ്ജിദ്, പള്ളിയിലേക്കുള്ള നടത്തം, കാൽപ്പാടുകൾ അധികരിപ്പിക്കുക. വന്തിലാറു സ്വലാത്ത് ബഅദ സ്വലാത്ത്, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം വരെ കാത്തിരിക്കുക. ഇതൊക്കെ പാപങ്ങൾ മായ്ക്കപ്പെടുന്ന, ദർജകൾ ഉയർത്തപ്പെടുന്ന കാര്യമാണ്. അതുപോലെ വീട്ടിൽ നിന്ന് വുളു എടുത്ത് വന്നാൽ റസൂലിന് മഹത്വം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞ്? ഒരാൾ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തി വന്നാൽ അവൻ ഇഹ്റാമിലുള്ള ഹാജിയെ പോലെയാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം നമ്മൾ ആ നിയ്യത്തുകൊണ്ട് വീട്ടിൽ നിന്ന് വുളു എടുത്ത ഒരാൾ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അവൻ ഇഹ്റാമിലുള്ള ഹാജിയെ പോലെയാണ്. മറ്റൊരു ഹദീസ് റസൂൽ പറഞ്ഞ, അവൻ്റെ കാൽപാദത്തിൽ ഒരു കാൽപാദം വെക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ മായ്ക്കും, മറ്റേ കാൽപാദം വെക്കുമ്പോൾ അവന് ദറജ ഉയർത്തും. ഇങ്ങനെയൊക്കെ ഹദീസുകൾ കാണാം. അപ്പോൾ ഇതൊക്കെ വുളുവിൻ്റെ ശ്രേഷ്ഠതയാണ്.
ശരി, അപ്പം നമ്മൾ ശുദ്ധീകരണം വുളുവിൻ്റെ ഭാഗം പൂർത്തിയാക്കി. ഇല്ല, വുളു എടുക്കുമ്പോൾ ഔറത്ത് മറക്കൽ ഷർത്തല്ല. വുളു എടുക്കുമ്പോൾ അതേപോലെ മുസ്ഹഫ് ഓതുമ്പോൾ ഇതിലൊന്നും എന്ത് ഷർത്തല്ല? ഔറത്ത് മറക്കുന്നതിൽ ഷർത്തല്ല. നമ്മൾ നേരത്തെ വുളുവിൻ്റെ ഷർത്തുകൾ പഠിച്ചില്ലേ? വുളുവിൻ്റെ ഷർത്തുകൾ പഠിച്ചപ്പോൾ അതിൽ എന്ത് പഠിച്ചിട്ടില്ല? ഔറത്ത് മറക്കൽ ഷർത്തായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഔറത്ത് മറക്കാതെ ഒരാൾ വുളു എടുത്താൽ വുളു ശരിയാണ്, പക്ഷേ അത് നല്ലതല്ല. നഗ്നരായി നിൽക്കുക എന്നുള്ളത് എന്തല്ല? ഒരിക്കലും നല്ലതല്ല. അപ്പോൾ നമ്മൾ ഔറത്ത് മറിച്ച് വുളു എടുക്കുകയാണ് നല്ലത്. പക്ഷേ വുളുവിൻ്റെ സ്വഹത്തിനൊരു പ്രശ്നം വരില്ല. അതേപോലെ തന്നെ ആൾ മുസ്ഹഫ് ഓതുമ്പോൾ ചില സ്ത്രീകളേക്കും തട്ടടാതെ മുസ്ഹഫ് ഓതിയാൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷെ നല്ലതെന്താണ്? ഏറ്റവും നല്ല വൃത്തിയായ നല്ല രൂപത്തിൽ ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിലേക്ക് ചേർത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാനാണ് ഒരാൾ പിന്നെ ഖുർആൻ ഓതുമ്പോൾ ഏതാ സുജൂദ്? തിലാവത്തിൻ്റെ സുജൂദ്. അതേപോലെ തന്നെ ശുക്രിൻ്റെ സുജൂദ്. ഇത് രണ്ടും ചെയ്യുമ്പോൾ വുളുവാണോ? ഔറത്ത് മറക്കണോ? ഖിബിലയിലേക്ക് മുന്നിടണോ? ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മസാലകളാണ്. വേണ്ട എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഏത് നിസ്കാരത്തിലല്ലാതെ ഖുർആൻ ഓതുമ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് വന്നു, ശുക്രിൻ്റെ സുജൂദ് ചെയ്യാണ്. ഈ സമയത്തൊന്നും ഖിബിലയിലേക്ക് മുന്നിടലോ അല്ലെങ്കിൽ വുളു ഉണ്ടായിരിക്കലോ ഔറത്ത് മറക്കലോ ഇതൊന്നും ഷർത്തല്ല. ഇതൊന്നും ഇല്ലാതെ ഒരാൾ ചെയ്താലും ശരിയാണ്, സ്വഹിയാണ്. പക്ഷേ അഫ്ളൽ ഉത്തമം എന്താണ്? ഇതൊക്കെ ചെയ്തുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അഅലം. ഒരാൾ ഹദസുൽ അക്ബർ വലിയ അശുദ്ധിന്ന് കുളിക്കുകയാണ്. അങ്ങനെ കുളിക്കുമ്പോൾ ഒരാൾ മനസ്സിൽ നിയത്ത് വെക്കുകയാണ്. എന്ത്? ചെറിയ അശുദ്ധിന്ന് കൂടി ശുദ്ധിയാവാൻ വേണ്ടിയിട്ട് നിയത്ത് വെച്ചാൽ അതിലൂടെ രണ്ടും എന്ത് ചെയ്യും? ശരിയാവും. കുളിയിൽ രണ്ട് രൂപമുണ്ട്. ഒന്ന് വുളു എടുത്തിട്ട് രൂപമുണ്ട്, വുളു എടുക്കാതെ രൂപമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തുമ്പോൾ വിശദീകരിക്കാം. കുളിയുടെ രൂപം നമ്മൾ പറയും. എങ്ങനെ കുളിക്കുകയാണെങ്കിലും ഒരാൾ രണ്ടിനെ നിയത്ത് വെച്ചിട്ട് പുഴയേക്കട് ചാടി മുങ്ങിപ്പൊന്തി, അല്ലെങ്കിൽ കുളത്തേക്ക് ചാടിയിട്ട് മുങ്ങിപ്പൊന്തി, അയാൾ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? വായിലും മൂക്കിലൊക്കെ ചെവിയിലൊക്കെ വെള്ളമാക്കുകയും ചെയ്താൽ അയാൾ രണ്ട് അശുദ്ധിയിൽ നിന്നും അയാൾ ശുദ്ധിയായിട്ടുണ്ട്. അപ്പോൾ വലിയ അശുദ്ധിക്ക് കുളിക്കുമ്പോൾ സാധാ കുളിയില്ല കേട്ടോ. ഒരാൾ ജുമാക്ക് വേണ്ടി കുളിക്കുകയാണ്, വെറുതെ ഇത് കിട്ടൂല. വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിക്കുമ്പോൾ ചെറിയ അശുദ്ധിയുടെ നിയത്ത് വെച്ചാൽ രണ്ടും ശരിയാകുന്നതാണ്. അല്ലാഹു അഅലം. ശരി, ഇനി പാത്രങ്ങൾ. എന്താ ശുദ്ധീകരണത്തിന് പാത്രങ്ങളൊക്കെ ഇവിടെ നിൽക്കണേ? അത് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ നമുക്ക് ത്വഹാറത്തിൽ വെള്ളം കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്ന ഏതാണ്? പാത്രങ്ങളാണ്. അതെന്തിനാ പാത്രങ്ങൾ കൊണ്ടാണ്? കാരണം വുളു എടുക്കണമെങ്കിൽ നമുക്ക് വെള്ളം വെക്കണമെങ്കിൽ എന്ത് വേണം? പാത്രം ആവശ്യമാണ്. അപ്പോൾ പാത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില മസലകൾ വിശദമായിട്ടില്ല, ചില മസലകൾ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. പാത്രങ്ങളിൽ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതും, നമുക്ക് ഉപയോഗിക്കൽ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതും. ഏത് പാത്രം ഉപയോഗിക്കൽ അനുവദനീയമല്ലാത്തത്? സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തശ്റബൂ ഫി ആനിയത്തി ദഹബി വൽ ഫില്ലത്തി വലാ തഅകുലൂ ഫി സിഹാഫിഹിമ. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ കുടിക്കാനും പാടില്ല, കഴിക്കാനും പാടില്ല. വ ഇന്നഹാ ലഹും ഫിദ്ദുനിയ, അത് ദുനിയാവിൽ കാഫിരീങ്ങൾക്കുള്ളതാണ്. വലക്കും ഫിൽ ആഖിറ, അല്ലെങ്കിൽ വലനാ ഫിൽ ആഖിറ, നമുക്ക് എവിടെയാണ്? അത് പരലോകത്തും ഉള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇനി സ്വർണവും വെള്ളിയും കുറച്ചുള്ളു ഒരു പാത്രം, നല്ലൊരു പാത്രം, അതിൻ്റെ ഒരു ചെറിയ സൈഡിൽ മാത്രം കുറച്ച് സ്വർണ്ണം ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളിയുണ്ട്, ആ പാത്രം ഉപയോഗിക്കാൻ പറ്റുമോ? പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഖായിദ, ഫകുല്ലു ഷൈഇൻ ഹറമഹു ശാരിഅ, അല്ലാഹു ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും ഫഖലീലുഹു വകസീറുഹു ഹറാം, അത് കുറച്ചാകട്ടെ തോനെയാകട്ടെ ഹറാമാണ്. നമുക്കൊരു തുള്ളി മദ്യം കുടിക്കാൻ പറ്റുമോ? പറ്റൂല. ഇതൊരു തുള്ളിയല്ലേ ഉള്ളൂ, ഇത് കുടിച്ചു ലഹരി ആവില്ല പറഞ്ഞാലോ? പറ്റൂല. അപ്പോൾ അള്ളാഹു ഹറാമാക്കിയ കുറച്ചാണെങ്കിലും കുറേയാണെങ്കിലും അത് ഹറാം തന്നെയാണ്. അപ്പോൾ സ്വർണ്ണവും വെള്ളിയും കുറച്ചാണെങ്കിലും അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അള്ളാഹു അഅലം. ഇനി പാത്രമല്ല, സ്പൂണ്, കയ്യിൽ ഇങ്ങനത്തെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളുണ്ടല്ലോ, ഇതാണ് സ്വർണത്തിൻ്റെ എങ്കിലോ അത് പറ്റോ? എങ്ങനെ? അതും എന്താണ്? പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒക്കെ എന്ത് ചെയ്യും? അതിൽ ഉൾപ്പെടും. അപ്പോൾ അതൊക്കെ എന്ത് തന്നെയാണ്? ഹറാം തന്നെയാണ്. ഇനി ഇതിലുള്ള മറ്റൊരു മസാല, സ്വർണവും വെള്ളിയും പൂശിയതാണെങ്കിലോ? സ്വർണവും വെള്ളിയും പൂശിയതാണ്, പാത്രം സ്വർണത്തിൻ്റെതല്ല, പൂശിയതാണെങ്കിൽ പറ്റുമോ? അതിൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ശരിക്കും സ്വർണത്തിൻ്റെ തന്നെ ചൂടാക്കിയെടുത്ത് ശരിക്കും സ്വർണം പൂശിയത്, ചൂടാക്കി ശരിക്കും സ്വർണ്ണം എന്തിതാണ്? പൂശിയതാണ്. നമുക്ക് അടർത്തിയെടുത്ത് സ്വർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ശരിക്കും സ്വർണ്ണവും വെള്ളം പൂശിയ സാധനമാണെങ്കിൽ അത് ഹറാമാണ്. എന്നാൽ കേവലം സ്വർണത്തിൻ്റെ കളറാണ്,
വെറും സ്വർണത്തിൻ്റെ നിറം മാത്രമുള്ളത്, അതാണെങ്കിൽ അനുവദനീയമാണ്. പക്ഷേ നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ളവർ പറയും, ഓ വലിയ മുത്തക്കായിട്ട് പള്ളിയിൽ പോകണ ആളാണ്, എന്നിട്ട് സ്വർണത്തിൻ്റെ പാത്രത്തിൽ ആ ഭക്ഷണം കഴിക്കണമെന്ന് എന്ത് ചെയ്യും ആൾക്കാർ പറയും. അപ്പോൾ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ഒഴിവാക്കലാണ് നല്ലത്. എന്നാൽ ഉപയോഗിക്കൽ അനുവദനീയമാണ്. എന്നാൽ യഥാർത്ഥ സ്വർണവും വെള്ളിയും പൂശിയതാണെങ്കിൽ അതും പറ്റില്ല. ഇനി ഭക്ഷണപാത്രമല്ലാതെ ഉപയോഗിക്കലാണെങ്കിലോ, ഒരാൾ എന്തെങ്കിലും പിന്നെ കടുകിട്ടക്കാൻ, ജീരകട്ടക്കാനൊക്കെ ഒരു സ്വർണത്തിൻ്റെ പാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ വെള്ളിയുടെ പാത്രം ഉപയോഗിക്കുകയാണ്, അത് പറ്റുമോ? റസൂൽ പറഞ്ഞ അതിൽ ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത് എന്നല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിലോ, പുതിയ വീടൊക്കെ ഭാര്യ ഞങ്ങൾ പോയി കുറച്ച് സ്വർണത്തിൻ്റെ ഇത് പഠിച്ചിടുന്നതാണ്, നമുക്ക് ഇങ്ങനെ മുളകും പൊടിയും മഞ്ഞളുടെ കയ്യിലൊക്കെ ഇട്ടക്കാരനാൽ എങ്ങനെ അല്ല, അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇത് നമ്മൾ ഭക്ഷണങ്ങൾക്ക് വാച്ചുമൊക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ പറയാം ഇൻഷാ അല്ലാഹ്. ഇത് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് പറ്റുന്നില്ലതാണ്. കാരണം ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇട്ട് വെക്കാനായിട്ട് ഒരു മുജൽജൽ, ഒരു പാത്രം അവരുടെ കയ്യിൽ വെള്ളിയുടെ ഒരു പാത്രം ഉണ്ടായിരുന്നു എന്നില്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ പറ്റുന്നില്ലാണ്. എന്നാൽ ഒരു വിഭാഗം പറഞ്ഞത് എന്താണ്, പറ്റൂല. 4 മദ്ഹബിൻ്റെയും പണ്ഡിതന്മാർ പറഞ്ഞത് ഹറാമാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് നമ്മൾ എന്താണ് നല്ലത്, ഒഴിവാക്കുക. നമ്മൾ സൂക്ഷ്മത കരുതുക, അതും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി വാച്ചിൻ്റെ വിഷയം, വാച്ചാണെങ്കിൽ സ്വർണത്തിൻ്റെ വാച്ച് ധരിക്കാൻ പറ്റുമോ? പുരുഷന്മാർക്ക് ഹറാമാണ്. കാരണം എന്താ, പുരുഷന്മാർക്ക് സ്വർണ്ണ ഹറാമാണ്. അത് ഈ മസലയിലല്ല, പുരുഷന്മാർക്ക് സ്വർണം പട്ടും ഹറാമാണ്. എന്നാൽ സ്ത്രീകൾക്കാണെങ്കിലോ സ്വർണത്തിൻ്റെ വാച്ച് ധരിക്കാം. കാരണം അതൊരു അലങ്കാരമാണ്. അലങ്കാരത്തിന് വേണ്ടി ഒരിക്കൽ സ്വർണ്ണം വെള്ളിയും ഒരിക്കൽ ഉപയോഗിക്കേണ്ട പ്രശ്നമല്ലോ. അപ്പോൾ അത് പറ്റും. അല്ലാഹു അഅലം. മറ്റൊന്ന് ഇത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാട്ടോ. അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കൽ. എങ്ങനത്തെ അലങ്കാരം? ഈ പറഞ്ഞ അലങ്കാരമല്ല. ഒരാൾ വീട്ടിൽ ഷോക്കേസിൽ എടുത്തേക്കാൻ വേണ്ടിയിട്ട് സ്വർണത്തിൻ്റെ പാത്രം കൊടുന്നേക്കുക, അല്ലെങ്കിൽ വെള്ളിയുടെ പാത്രം കൊടുന്നേക്കുക, ഉപയോഗിക്കണില്ല, ഷോക്കേസിൽ വെറുതെ അലങ്കാരത്തിന് വേണ്ടി എടുത്തേക്കാനാണ്. അത് പറ്റുമോ? പറ്റുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ പറ്റൂല എന്നുള്ളതാണ് അതിലും പ്രബലമായ അഭിപ്രായം. പറ്റൂല എന്നുള്ള. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ കൺഫ്യൂഷൻ ആവേണ്ട എല്ലാതും എന്താണ്, ഒഴിവാക്കേണ്ടതാണ്. ഒഴിവാക്കലാണ് സൂക്ഷ്മതകല്ലേ. കാരണം പണ്ഡിതന്മാർക്കിടയിൽ ഒരു കായികയാണ്, മാ ഹറുമ ഇസ്തിഅമാലുഹു ഹറുമ ഇത്തിഖാദുഹു. ഒരു വസ്തു ഉപയോഗിക്കൽ ഹറാമാണെങ്കിൽ അതിങ്ങനെ സ്വീകരിക്കലും എന്തുതന്നെയാണ്, ഹറാമന്നെ. അതിനെന്താ കാരണം? അതിന് പക്ഷേ ഭാവിയിൽ ഉപയോഗിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഹറാമിലേക്കുള്ള വഴി, നമ്മൾ വസീലത്തു ഷിർക്ക് പറയില്ല, അതേപോലെ വസീലത്തുൽ ഹറാം, ഹറാമിലേക്കുള്ള വഴി തടയലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതിൽ ഇളവുള്ളത്, ഇനി ഒരെണ്ണത്തിൽ ഇളവുണ്ട്, ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാം. അതെന്താണ് അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പാത്രം, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന ഖദഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻകസറ. റസൂലിൻ്റെ ഒരു കോപ്പ, വെള്ളം കുടിക്കണൊക്കെ ഒരു കപ്പ് വീണിട്ട് അത് പൊട്ടി. ഫത്തഖദ മകാന ശഅബി സിൽസിലതം മിൻ ളഅഫിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പിന്നെ മിൻ ഫില്ലത്തിൻ, വെള്ളിയുടെ ഒരു കഷ്ണം ആ ഭാഗത്ത് വെച്ചിട്ട് വെൽഡ് ചെയ്തു. അപ്പം നമ്മൾക്ക് പൊട്ടിപ്പോയ ഭാഗം അവിടെ വെൽഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളി ഉപയോഗിക്കാം. സ്വർണം അപ്പോഴും പറ്റൂല, വെള്ളിയാണ് പറ്റണത്. പറ്റണതിന് എപ്പോഴാണ്? നമ്മൾക്ക് ഇങ്ങനെ വെൽഡ് ചെയ്യണമെങ്കിലൊക്കെ ആവശ്യം വന്നാൽ. അതും എത്ര? ഒരാൾ വെൽഡ് ചെയ്തു നോക്കുമ്പോൾ 3/4 ഭാഗത്തോളം പിന്നെ സിൽവറാണ്, കുറച്ച് ഭാഗം മറ്റുള്ള, അതല്ല, കുറച്ച് ഭാഗത്താണെങ്കിൽ അങ്ങനെ ചെയ്യൽ അനുവദനീയമാണ്. അല്ലാഹു അഅലം. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കൽ. ഇനി അതിൽ അവസാനത്തെ നമ്മളെ മസല, നമ്മളിപ്പോൾ വുളൂവിനാണ് പോയത്. ഒരാൾ സ്വർണത്തിൻ്റെയും പാത്രത്തിൻ്റെയും വെള്ളിയിൽ വുളു എടുത്താൽ, സ്വർണത്തിൻ്റെയും പാത്രത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് വുളു എടുത്താൽ വുളു ശരിയാകുമോ? ഉപയോഗിക്കൽ ഹറാമാണ് അല്ലേ? സ്വർണ്ണം വെള്ളിയും പാത്രം ഉപയോഗിക്കൽ ഹറാമാണ്. അതിന് വെള്ളം കൊണ്ട് വുളു എടുത്താൽ വുളു ശരിയാവുമോ? വെള്ളം ശുദ്ധിയാണ്, തൊഹൂറാണ്, പക്ഷേ വുളു ശരിയാവും. പക്ഷേ ഹറാമാണ്, ചെയ്യാൻ പാടില്ല, ഹറാമാണ്, ശിക്ഷ കിട്ടും. പക്ഷേ വുളു എന്താണ്? സ്വഹീഹാണ്. കാരണം വുളുവിൻ്റെ ഷർത്തിൽപ്പെട്ടതല്ല, ആ പാത്രം ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ വുളു ശരിയാണ്. പക്ഷേ അപ്പോൾ സ്വർണത്തിൻ്റെ പൈപ്പാണെങ്കിൽ, വെള്ളിയുടെ പൈപ്പാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അല്ലാഹു അഅലം. ഇനി ആദാബു ഖലാഇൽ ഹാജ. എന്തേ ആദാബു ഖലാഇൽ ഹാജ? മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദകൾ. അതിൽ നമുക്ക് അറിയാനാണ്, പെട്ടെന്ന് പറഞ്ഞു പോവുക. പിന്നെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അതിൻ്റെ മുമ്പ് നമ്മൾ ബിസ്മി ചൊല്ലണം. എന്തിനാ ബിസ്മി ചൊല്ലണം? അത് പ്രാർത്ഥനയിൽ റസൂൽ പഠിപ്പിച്ചെന്നാണോ?
അല്ല. അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്നാണ് പ്രാർത്ഥന. ബിസ്മി എന്തിനായില്ലാണ്? റസൂൽ പറഞ്ഞു സത്രു മാ ബൈന അയുനിൽ ജിന്നി വ ഔറാത്തി ബനി ആദം ഇദാ അഹദുഹും അയ്യദ്ഖുല ഇദാ അഹദുഹുൽ ഖലാ അയ്യഖൂല ബിസ്മില്ലാ. അഥവാ നമ്മളുടെ മനുഷ്യൻ്റെ ഔറത്തും ജിന്നുകൾ അത് കാണുന്നതിനും ഇടയിലുള്ള ഗ്യാപ്പ്, അതിനിടയിലുള്ള മറ എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലലാണ്. അപ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലാതെ നമ്മൾ നമ്മുടെ വസ്ത്രം നഗ്നനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജിന്നുകൾ അത് കാണും. ബിസ്മി ചൊല്ലിയാൽ അവർ കാണൂല എന്നാണ്. അപ്പോൾ ബിസ്മില്ല അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി പറഞ്ഞ് അടുത്തേ കാല് വെച്ച് ബാത്റൂമിലേക്ക് പ്രവേശിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ഗുഫ്രാനക ഗുഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദി ദഹബ അന്നി ലദാ വഅഫാനി. അതുണ്ടോ? രണ്ടും പഠിച്ചിരിക്കണം. പക്ഷേ ഗുഫ്രാനക എന്നുള്ളത് മാത്രമാണ് സ്വഹീഹായത്. മറ്റേതുണ്ട്, പക്ഷെ അത് ലഈഫായ റിപ്പോർട്ടാണ്. ഗുഫ്രാനക എന്ന് മാത്രമാണ് നമ്മൾ ചെല്ലേണ്ടത്. വലത്തേ കാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങാം. എന്തിനാണ് ഗുഫ്രാനക ചെല്ലണത്? നമ്മൾ കുറേ കാലമായിട്ട് ചെല്ലുണ്ടാവും, പക്ഷെ എന്തിനാണ് ചെല്ലണത് നമുക്ക് അറിയണ്ടാവില്ല. ഗുഫ്രാനക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല, ഗുഫ്രാനക പറഞ്ഞാൽ അള്ളാഹുവോട് പാപമോചനം ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഗഫിർലി എന്നുള്ള അർത്ഥം തന്നെ, അള്ളാഹു എനിക്ക് പുറത്ത് തരണമേ എന്നുള്ള അർത്ഥമാണ് അതിന്. അതെന്തുകൊണ്ടാണ്? അതിന് പണ്ഡിതന്മാർ ഒരുപാട് ഹിക്മത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിച്ച് നമ്മൾ ചെയ്യണത് എന്താണ്? വലിയ ഒരു ഭാരം ഇറക്കി വെക്കുകയാണ് അല്ലെ? മലമൂത്രം പുറത്തേക്ക് പോയില്ല അവസ്ഥ എന്താ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ വലിയൊരു ഭാരം നമ്മൾ ഇറക്കി വെക്കുകയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ചെയ്തെന്ന വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹത്തിന് നമുക്ക് അള്ളാഹ്ക്ക് നമ്മൾ ചെയ്യണ നന്ദി എത്ര? വളരെ കുറച്ചാണ്. അപ്പോൾ പുറത്താണ്ട് പറയാം, അള്ളാഹ് എനിക്ക് പുറത്ത് തരണേ, എൻ്റെ നന്ദി ചെയ്യൽ കുറവാണ്. അതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. അല്ലാഹു അലം. മറ്റൊന്ന്, ഖിബിലക്ക് അഭിമുഖമായോ പിന്നിട്ടോ നിർവഹിക്കാതിരിക്കൽ. അപ്പോൾ ഖിബിലക്ക് അഭിമുഖമായോ ഖിബിലക്ക് പിന്നിട്ടോ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതൈതുമുൽ ഗായിത, നിങ്ങൾ ബാത്റൂമിലേക്ക് പ്രവേശിച്ചാൽ ഫലാ തസ്തഖ്ബിലുൽ ഖിബ്ലത വലാ തസ്തദ്ബിറുഹാ, മുന്നിട്ടോ പിന്നിട്ടോ ചെയ്യരുത്. വലാകിൻ ശരിഖു ഔ ഗരിബു, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക. അത് മദീനക്കാരോടാണ് പറയുന്നത്. നമ്മളവിടെ എങ്ങനെ വെച്ചാൽ നമ്മൾ അവിടേക്ക് തിരിയാതിരിക്കുക. എന്നാൽ ഒരാൾ ചുമരുകൾക്കുള്ളിലുള്ള ബാത്റൂം, നമ്മൾ ഇന്നത്തെ സൗകര്യമുള്ള പോലത്തെ ബുനിയാൻ എന്നാണ് അതിന് പറയുക, അങ്ങനെ കെട്ടിടത്തിനുള്ളിലാണ്. ഖിബിലക്കും ഞമ്മക്കും ഇടയിൽ എന്തുണ്ട്? ഒരു മറുണ്ട്. അപ്പോൾ പറ്റുമോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയാണ്, റഖീതു അലാ ബൈത്തി ഉഖ്തി ഹഫ്സ, എൻ്റെ സഹോദരി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഞാൻ പ്രവേശിച്ചു. വീടിൻ്റെ മുകളിലേക്ക് റഖീതു, ഞാൻ കയറി. ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞാൽ നബിയുടെ ആരാണ്? ഭാര്യയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മറ്റൊരു മകനാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഞാൻ ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഇദൻ ലിഹാജതിഹി, റസൂൽ തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അഥവാ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്നത് ഞാൻ കണ്ടു. റസൂൽ എങ്ങനെയായിരുന്നു ഇരുന്നത്? ഇസ്തഖ്ബിലു അശ്ശാം ഇസ്തദ്ബിറു അൽ ഖിബില, ഖിബിലയിലേക്ക് പിന്നിട്ട് ഷാമിലേക്ക് മുന്നിട്ട് കൊണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാവണം എന്താ? ഖിബിലയിലേക്ക് മറയുണ്ട് എങ്കിൽ മുന്നിടലോ പിന്നിടലോ പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ്, അങ്ങനെ ഒരാൾ ഒഴിഞ്ഞ പ്രദേശത്താണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഖിബിലയിലേക്ക് മുന്നിട്ടോ പിന്നിട്ടോ ചെയ്യാതെ മലമൂത്ര വിസർജനം നിർവഹിക്കണം. എന്നാൽ ഇങ്ങനെ ചുമരുകൾക്കുള്ളിൽ കെട്ടിയതാണ് എങ്കിൽ അയാൾക്കത് പ്രശ്നമില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ ചുമരുകൾക്കുള്ളിൽ വെച്ചിട്ടാണ് എങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ നിർവഹിക്കാതിരിക്കണം, അങ്ങനെ ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് നമ്മൾ നല്ല എന്താ, എവിടെയാണെങ്കിലും നമ്മൾ ഇതേപോലെ മറ ഉണ്ട് എങ്കിലും മറ ഇല്ല എങ്കിലും ഖിബിലയിലേക്ക് മുന്നിട്ടോ പിന്നിട്ടോ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രബലമായ അഭിപ്രായം, നമ്മൾ ഇന്നത്തെ പോലത്തെ ബാത്റൂം സൗകര്യമാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഖിബിലയിലേക്ക് മുന്നിട്ടില്ല പിന്നിട്ടില്ലെങ്കിലും ഹറാമല്ല എന്നുള്ളതാണ് പിന്നെ അതിൽ പ്രബല അഭിപ്രായം. അല്ലാഹു അലം. അടുത്തത്, വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തുക, അല്ലെങ്കിൽ ശുദ്ധി വരുത്താൻ കഴിയുന്ന വല്ല വസ്തുക്കളും ഉപയോഗിക്കുക. അപ്പോൾ ശുദ്ധി വരുത്തേണ്ടത് വെള്ളം കൊണ്ടാണ്. ഇനി വെള്ളം അല്ലെങ്കിലോ, ശുദ്ധി വരുത്താൻ കഴിയുന്ന കല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാവില്ലേ, അതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ശുദ്ധി വരുത്താവുന്നതാണ്. രണ്ടാണെങ്കിലും പ്രശ്നമില്ല. ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കൾ, ചില വസ്തുക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? ശുദ്ധി വരുത്താൻ ഉപയോഗിക്കാൻ പാടില്ല. ചില വസ്തുക്കൾ കൊണ്ട് ശുദ്ധി വരുത്താൻ പാടില്ല. അതിൽ പെട്ടതാണ് എന്താണ്? എല്ല് കൊണ്ട് ശുദ്ധി വരുത്താൻ പറ്റൂല. പിന്നെന്താ? കാഷ്ടം കൊണ്ട് ശുദ്ധി വരുത്താൻ പറ്റൂല. ഇതിന് രണ്ടിനും ഒരു ഹദീസാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ജിന്നുകളിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നു.
അവർ ഇസ്ലാം സ്വീകരിച്ചാണ്. സൂറത്തുൽ ജിന്നയിലുണ്ടല്ലോ കുലൂഹിയയിലയ്യ അന്നൗസ്തമർ നഫറുമിനൽ ജിന്നി എന്നൊക്കെ പറഞ്ഞ് അവർ ഇസ്ലാം സ്വീകരിച്ച. പിന്നെ റസൂലിൻ്റെ അടുത്തേക്ക് ഒരു വിഭാഗം ജിന്നുകൾ വന്നിട്ട് അവർ പറയാണ് റസൂലിനോട് യാ മുഹമ്മദ് ഇൻഹ ഉമ്മത്തക്ക ഐസ്തൻജൂബി അൽമിൻ ഔ റൗസത്തിൻ, നിൻ്റെ ഉമ്മത്തിനോട് നീ പറയും എല്ലുകൊണ്ടോ അല്ലെങ്കിൽ റൗസത്ത് കൊണ്ട് പിന്നെ കാഷ്ടം കൊണ്ടോ ഔ ഹുമമത്തിൻ അല്ലെങ്കിൽ ഹുമമത്ത് കൊണ്ടോ, അഥവാ ഈ മരത്തിൻ്റെ തടിയൊക്കെ ഉണ്ടാവില്ലേ കരിഞ്ഞത് കത്തിക്കരിഞ്ഞ മരത്തിൻ്റെ തടിയൊക്കെ, അതുകൊണ്ടൊക്കെ ശുദ്ധി വരുത്തുന്നത് അവരോട് നിർത്താൻ വേണ്ടി നീ പറയും. കാരണം ഇന്നല്ലാഹ തആല ജഅല ലനാ ഫീഹാ റിസ്ഖ, അതിൽ അല്ലാഹു ഞങ്ങൾക്ക് ഉപജീവനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർക്കുള്ള ഭക്ഷണം നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ലെങ്കിലും അല്ലാഹ് അവർക്ക് അതിൽ ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു നിങ്ങളങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലുകൊണ്ട് കല്ലുകൊണ്ട് ഇങ്ങനത്തെ മരത്തിൻ്റെ ഇങ്ങനെ കത്തിക്കരിഞ്ഞ കഷ്ണം കൊണ്ടൊന്നും നമ്മുടെ എല്ല് കാഷ്ടം ഇങ്ങനത്തെ കൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. അത് പേപ്പർ കൊണ്ട് പറ്റും. എങ്ങനത്തെ പേപ്പർ? അള്ളാഹുവിൻ്റെ പേര് എഴുതിയ പേപ്പറാണെങ്കിലോ പറ്റൂല. അങ്ങനെ മഹത്വമുള്ള അള്ളാഹുവിൻ്റെ പേര് എഴുതിയ അല്ലെങ്കിൽ ഖുർആൻ്റെ ആയത്തുകൾ എഴുതിയ അങ്ങനത്തെ പേപ്പറുകൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്ന ടിഷ്യൂ പോലത്തെ പേപ്പറൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്ന ഇലകൾ, ഇതൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് പറ്റുമോ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? എങ്ങനെ ഭക്ഷണ പദാർത്ഥം കൊണ്ട് എന്തുകൊണ്ട്? ഒരാളിപ്പോൾ പിന്നെ ഒരു ചപ്പാത്തിയുടെ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ പാടില്ല. കാരണം ജിന്നുകളുടെ ഭക്ഷണമാണ് എല്ല്, അതുകൊണ്ട് പറ്റൂല. പറഞ്ഞാൽ എന്തായാലും നമ്മളെ ഭക്ഷണം കൊണ്ട് തീരെ പറ്റൂല. അതാണ് അതിന് പണ്ഡിതന്മാർ പറയാം. അവരുടെ ഭക്ഷണം കൊണ്ട് പറ്റൂലെങ്കിൽ നമ്മളെ ഭക്ഷണം കൊണ്ട് തീരെ പറ്റൂല, ഖിയാസുൽ ഔല എന്ന് പറയും. അപ്പോൾ അതാണ്, അതുകൊണ്ടൊന്നും പറ്റൂല. എന്നാൽ കല്ല് അല്ലെങ്കിൽ വലിച്ചെടുക്കുന്ന ടിഷ്യോ അല്ല അങ്ങനത്തെ ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ നമുക്ക് പറ്റുന്നതാണ്. അല്ലാഹു അഅലം. കല്ലുകൊണ്ട് ശുദ്ധി വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കല്ലുകൊണ്ട് ശുദ്ധി വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വഹാബി പറയാണ് നഹാന നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തൻജിയ ബി അഖല്ല മിൻ സലാസത്തി അഹ്ജാർ, 3-ൽ കുറവ് കല്ലുകൾ കൊണ്ട് ശുദ്ധി വരുത്തുന്നത് റസൂൽ ഞങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര കല്ല് വേണം? 3 കല്ലുകൾ വേണം. 3 കല്ലുകൾ കൊണ്ടാണ് ശുദ്ധി വരുത്തേണ്ടത്. എന്നാൽ അപ്പം നമ്മൾ 3 കല്ല് ഉപയോഗിച്ചു, 3 കല്ല് ഉപയോഗിച്ചിട്ടും പൂർണ്ണമായിട്ട് ശുദ്ധിയായിട്ടില്ല. ഇപ്പോഴും മൂത്രത്തിൻ്റെ തുള്ളി അവിടെ ഉണ്ടെങ്കിൽ 3 എണ്ണം കഴിഞ്ഞല്ലോ പറഞ്ഞ് പോരാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. 5 ആണെങ്കിൽ 5, എത്ര ആവശ്യിച്ചാൽ അത്ര നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. അതല്ല 3-ൽ കുറവ് 2 എണ്ണം ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഒരാളത് ശുദ്ധിയായി, പിന്നെ അവിടെ ഒന്നുമില്ല, പാടൊന്നുമില്ല, നിർത്താൻ പറ്റുമോ? ഇല്ല. 3 എന്ത് ചെയ്യണം? അയാൾ പൂർത്തിയാക്കണം. എന്നാൽ ഒരാൾക്ക് 3 കല്ല് കിട്ടിയില്ല, ഒറ്റ കല്ല കിട്ടി, വലിയ കല്ല, കുറേ അഗ്രങ്ങളുണ്ട് അതിന്. അങ്ങനെയാണെങ്കിലോ അയാൾക്ക് ആ കല്ലിൻ്റെ 3 അഗ്രങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഒരു ഭാഗം ഉപയോഗിക്കുക, തിരിച്ചിട്ട് അടുത്ത ഭാഗം ഉപയോഗിക്കുക, തിരിച്ച് അടുത്ത ഭാഗം ഉപയോഗിക്കുക. അങ്ങനെ വലിയ കല്ലാണ്. ചെറിയ കല്ലാണെങ്കിൽ ഒരു അഗ്രം ഉപയോഗിച്ചാൽ അത് പരന്ന അപ്പുറത്തേക്ക് എത്തും. അങ്ങനത്തെ വലിയ കല്ലാണെങ്കിൽ അത് പറ്റുമെന്നുള്ള. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മലമൂത്ര വിസർജനത്തിന് പോയപ്പോൾ ഒരു സ്വഹാബി ഒപ്പുണ്ട്. അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു 3 കല്ലുകൾ കൊണ്ടുപോവാ, ഈ തീനി ബി സലാസത്തി അഹ്ജാർ. അപ്പോൾ അദ്ദേഹം തിരഞ്ഞപ്പോൾ 2 എണ്ണേ കിട്ടിയുള്ളൂ. ഒന്ന് റൗസത്ത്, ഒരു കാഷ്ട കിട്ടിയത്. അപ്പോൾ അദ്ദേഹം അത് കൊണ്ടുകൊടുത്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കല്ലുകൾ എടുത്തു, റൗസത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞു 3-മതൊരു കല്ല് അന്വേഷിച്ച് കൊണ്ടുപോവാ. അപ്പോൾ 2 എണ്ണം മതിയായിരുന്നെങ്കിൽ റസൂൽ എന്ത് പറയും? 2 എണ്ണം കിട്ടും, അത് മതി, ഇഞ്ഞിച്ച് പ്രശ്നമാണ് മാറിയെന്നോ പറയും. പക്ഷേ റസൂൽ 3-മത്തെ തേടി കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് 3 എണ്ണം വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 3-ൽ ശുദ്ധിയായില്ലെങ്കിൽ അധികരിപ്പിക്കണം. വലിയൊരു കല്ലാണെങ്കിൽ അതിൻ്റെ 3 അഗ്രങ്ങൾ മതി എന്ന് ഫത്തുൽ ബാരി ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അല്ലാഹു അഅലം. ഉത്തമമായ രൂപം അഥവാ ശുദ്ധി വരുത്തുമ്പോൾ ഉത്തമമായ രൂപമുണ്ട്. അതെന്താണ്? കല്ലുകൊണ്ടും വെള്ളം കൊണ്ടും ശുദ്ധി വരുത്തുക. അപ്പോൾ ഒരാൾ ആദ്യം എന്ത് ചെയ്തു? കല്ലുകൊണ്ട് നേരെ കഴുകി വൃത്തിയാക്കി, എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് അയാൾ ഒന്നുകൂടി എന്ത് ചെയ്തു? അത് ശുദ്ധിയാക്കി. അതാണ് ഏറ്റവും ഉത്തമമായ രൂപം. അങ്ങനെ ഒരാൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ വെള്ളം മാത്രം ഉപയോഗിച്ച് അതിൽ ചെയ്യാം. അതാണ് അതിൻ്റെ 2-ാമത്തെ ദർജ. അതും പറ്റിയിട്ടില്ലെങ്കിൽ വെറും കല്ലുകൊണ്ട് മാത്രം ശുദ്ധിയാക്കുക. ഇങ്ങനെ ഒരു അഫ്ളലായ രൂപങ്ങൾ പണ്ഡിതന്മാരിൽ പറഞ്ഞിട്ട് അത് സൂചിപ്പിച്ചു മാത്രം. കല്ലുപയോഗിച്ചും വെള്ളം ഉപയോഗിച്ചും, അല്ലെങ്കിൽ വെള്ളം മാത്രം, അല്ലെങ്കിൽ കല്ല് മാത്രം, എങ്ങനെ ചെയ്താലും എന്താ? ശുദ്ധിയായാൽ മതി എന്നുള്ളതാണ്. അല്ലാഹു അഅലം. ഇനി തയമ്മു. ഇടത്തേകാല് വെച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു ഖുബസല്ല പുറത്തുനിന്ന് ചെല്ലിയിട്ട് ഇടത്തേകാല് വെച്ച് കയറുക, പുറത്തേക്ക് വലത്തേകാല് വെച്ച് ഇറങ്ങിയിട്ട് ഉഫ്രാനക്ക ചെല്ലുക. പിന്നെ ബാത്റൂമിൽ നിന്ന് ദിക്ർ ചെല്ലേണ്ട ഒരു സന്ദർഭം ഒന്നു കൊടുക്കുമ്പോൾ ബിസ്മി അല്ലലാണ്. അത് പറ്റുമോ?
ഒന്നു എടുക്കുമ്പോൾ ബിസ്മി എല്ലാം പറ്റുമോ ബാത്റൂമിന്? ഒന്നു എടുക്കുമ്പോൾ ബിസ്മി അല്ലേ നമ്മളിവിടെ പറഞ്ഞിട്ടില്ല അല്ലേ? ഒന്നു എടുക്കുമ്പോൾ ബിസ്മി ചെല്ലൽ നിർബന്ധമാണോ സുന്നത്താണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വുദൂഅ ലിമൻ ലം യദ്കുരി ഇസ്മല്ലാഹി അലൈഹി, ബിസ്മി ചൊല്ലാത്തവന് വുദൂ ഇല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് പറഞ്ഞ് വാജിബാണ്, നിർബന്ധമാണ്, ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് മുസ്തഹബാണ്, സുന്നത്താണ് എന്നുള്ളതാണ്. നമ്മൾ സൂക്ഷ്മക്ക് നല്ല തന്നെയാണ് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലുക എന്നുള്ളത്, ബിസ്മില്ലാഹ് ചൊല്ലുക. അപ്പോഴാണ് അത് ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നാകുമ്പോൾ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് പറഞ്ഞത് ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ബിസ്മില്ലാഹ് ചെല്ലാം, കാരണം നമുക്കവിടെ അത്യാവശ്യമുള്ളൊരു സമയമാണ്. അപ്പോൾ അത്യാവശ്യം കറാഹത്ത് എന്ത് ചെയ്യും? ആവശ്യത്തിൻ്റെ സമയത്ത് നീങ്ങും. അൽ കറാഹത്തു തസൂലു ഇൻദ അൽ ഹാജ എന്ന് പറയും. ഹാജത്ത് ആവശ്യമുണ്ടെങ്കിൽ കറാഹത്ത് നീങ്ങും. എന്നാൽ ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ നിന്ന് തുമ്മി, അപ്പോൾ അൽഹംദുലില്ലാഹ് പറയണ്ടേ? എങ്ങനെയാണ് പറയാ? മനസ്സിലാണ് പറയാം. അതേപോലെ തന്നെ ബിസ്മിയും മനസ്സിൽ പറയാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സൂക്ഷ്മതക്ക് നല്ലത് എന്തേക്കണം? നമുക്ക് മനസ്സിൽ നമ്മൾക്ക് പറയാന്നുള്ളതാണ്. ബാത്റൂം തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയാം, പക്ഷേ അൽഹംദുലില്ലാഹ് എങ്ങനെ പറയണം? നമ്മൾ മനസ്സിലാണ് പറയേണ്ടത്. അപ്പോൾ സന്ദർഭോചിതമായി സൂചിപ്പിക്കണമല്ലോ, നിസ്കാരത്തിൽ തുമ്മി അൽഹംദുലില്ലാഹ് പറഞ്ഞാലോ പറ്റില്ല. നിസ്കാരത്തിൽ തുമ്മിയാലും അൽഹംദുലില്ലാഹ് പറ്റും, കാരണം നിസ്കാരത്തിൽ ദിക്റുകൾ അനുവദനീയമാണ്. പക്ഷെ പറ്റാത്ത എന്താ? തുമ്മി അൽഹംദുലില്ലാഹ്. അപ്പോൾ അപ്പുറത്തോന് യർഹമുക്കല്ലാഹ് വബയഹ്ദിമുക്കല്ലാഹ്, ഇവൻ്റെ നിസ്കാരം ബാത്തിലാവും. കാരണം കലാമുന്നാസ് നിസ്കാരത്തിൽ പാടില്ല, ജനങ്ങളെ സംസാരം പാടില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കാരത്തിൽ പറഞ്ഞു പിന്നെ ആമീൻ പറയുമ്പോൾ ചില ആൾക്കാർ എന്ത് പറയും? മീമിന് ശബ്ദ കൊടുത്തിട്ട് ആമീൻ. ആമീൻ എന്ന് പറഞ്ഞാൽ ഖാസിദീൻ, ഉദ്ദേശിക്കുന്നവർ എന്നാണ് അർത്ഥം. നിസ്കാരം ബാത്തിലാകാം, കാരണം അത് കലാമുനാസ്, മനുഷ്യൻ്റെ സംസാരം. ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു മുസ്തജിബ് ലനാ, അല്ലാഹു ഉത്തരം നൽകണേ എന്നില്ലാണ്. അപ്പോൾ നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? മെല്ലെ, മറ്റൊന്നും കേൾക്കാതെ നമ്മൾക്ക് പറയാവുന്നതാണ്. തയമ്മും അനുവദനീയാണ് അല്ലേ? എപ്പോഴാണ് അനുവദനീയം? നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാഹ്. തയമ്മും അനുവദനീയ തെളിവെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈനി വഇൻ കുൻതും ജുനുബൻ ഫത്വഹറു വഇൻ കുൻതും മർലാ വലാ സഫറിൻ ഔ ജാഅദു മിൻകും മിനൽ ഗായിത്തി ഔ ലാമസ്തുമുൻ നിസാഅ. ഒതു കൊടുക്കുന്ന സന്ദർഭങ്ങളാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫലം തജിദൂ മാഅൻ, വെള്ളം കണ്ടില്ല എങ്കിൽ ഫതയമ്മമൂ സ്വഈദൻ ത്വയ്യിബ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളൂ? ശുദ്ധമായ ഉപരിതലം തേടിക്കൊള്ളൂ. വംസഹൂ വുജൂഹക്കും വഅയ്ദീകും മിൻഹു, അതുകൊണ്ട് നിങ്ങളെ മുഖം തടവിക്കൊള്ളൂ, അതുകൊണ്ട് നിങ്ങളുടെ കൈകളും തടവിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വുളു പിന്നെ തയമ്മും പിന്നെ ശർഇൽ പെട്ടതാണ് എന്നതിൻ്റെ തെളിവാണത്. മറ്റൊരു തെളിവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സ്വഈദ ത്വയ്യിബ തുഹൂറുൽ മുസ്ലിമി, ഒരു മുസ്ലിമിനെ ശുദ്ധി വരുത്താനുള്ളതാണ് ശുദ്ധമായ ഉപരിതലം. എന്നിട്ട് റസൂൽ പറഞ്ഞു, വ ഇല്ലം യജിദിൽ മാഅ 10 സിനീൻ, 10 കൊല്ലം വെള്ളം കിട്ടിയിട്ടില്ല എങ്കിലും ഓനക്കത് മതി. ഫഇദാ വജദൽ മാഅ, വെള്ളം കണ്ടാൽ അവൻ എന്ത് ചെയ്യണം? ഫലുമിസ്സഹു ബശറതഹു, അവൻ്റെ അവയവങ്ങൾ അവൻ അതുകൊണ്ട് കഴുകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅതീതു ഖംസൻ, എനിക്ക് 5 കാര്യങ്ങൾ അല്ലാഹ് തന്നിട്ടുണ്ട്, അതിൻ്റെ മുമ്പുള്ള ഒരു നബിമാർക്കും അല്ലാഹ് കൊടുത്തിട്ടില്ല. അതിലൊന്ന് പറഞ്ഞത് ജുഇലത് ലിയൽ അർളു മസ്ജിദൻ വ തുഹൂറ, എനിക്ക് മണ്ണ്, ഭൂമി എന്ത് ചെയ്തിക്കണു? പള്ളിയായിട്ടും ശുദ്ധിയുള്ളതായിട്ടും ശുദ്ധി വരുത്താനുള്ളതായിട്ടും തന്നിക്കണു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയിൽ നിസ്കരിക്കാമല്ലോ, മണ്ണിൽ നിസ്കരിക്കുക, അതുകൊണ്ട് നമുക്ക് ശുദ്ധി വരുത്തുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തയമ്മും മതത്തിൽപ്പെട്ട നിലയിലെ തെളിവുകളാണ്. ഈ തയമ്മുമിൻ്റെ രൂപം, തയമ്മും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തയമ്മും ചെയ്യുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഫളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫൈഹി അൽ അർള, റസൂൽ തൻ്റെ കഫുകൾ കൊണ്ട്, കഫ് പറഞ്ഞാൽ ഈ മുന്നത്തെ ഈ കൈപ്പത്തി അരണ ഭാഗമുണ്ടല്ലോ, ഇതുകൊണ്ട് മണ്ണിൽ അടിച്ചു. എന്നിട്ട് വനഫഖ ഫീഹിമ, അതിലേക്ക് റസൂൽ ഊതി, ഒന്ന് ഊതി. സുമ്മ മസഹ ബിഹിമ വജ്ഹഹു വകഫൈഹി, റസൂൽ അതുകൊണ്ട് തൻ്റെ മുഖവും തടവി, തൻ്റെ കൈകളും തടവി. അപ്പോൾ എങ്ങനെയാണ് രൂപം? മണ്ണുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുക? അടിക്കുക. അപ്പോൾ അടിക്കുമ്പോൾ ഇങ്ങനെയാണോ അടിക്കേണ്ടത്? ഇങ്ങനെയാണോ? ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ടാണ്, എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് വിടർത്തി പിടിച്ചിട്ട് ഒരടി അടിക്കുക. ഒരടി അടിച്ചിട്ട് റസൂൽ എന്ത് ചെയ്തു? വനഫഖ ഫീഹിം, അതിലേക്ക് ഊതി. അപ്പോൾ ഊതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അത് കുടയുക. കുടഞ്ഞിട്ടോ മണ്ണ് പോകാനുള്ളതാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ റസൂൽ എന്ത് ചെയ്തു? തൻ്റെ മുഖവും തൻ്റെ കൈയും തടവി. അപ്പോൾ മുഖം തടവുക അറിയുമ്പോൾ ഇങ്ങനെ തടവിയാൽ മതി, താടിനെങ്കിൽ ഇങ്ങനെ തടവുക. പിന്നെ നമ്മൾ കൈ കഫൈഹിയാണ് തടവിയത്,
അപ്പോൾ ചില ആൾക്കാർ തടവുമ്പോൾ ഇതുവരെ മുട്ട് വരെ മിർഫക്ക് വരെ തടവും. അങ്ങനെ ഉണ്ടോ? ആവശ്യമില്ല. നമ്മൾ കഫ് പറഞ്ഞാൽ ഈ ഭാഗം, ഈ ജോയിന്റ് ഒരു റുസുഖ് വരെയുള്ള ഭാഗം. അപ്പോൾ ഇങ്ങനെ മുകളിൽ കൂടെ തടവുക. അത്ര ആവശ്യമുള്ളൂ. ഒരു പ്രാവശ്യം. അപ്പോൾ രണ്ടടി അടിക്കണം. ഒരാളിങ്ങനെ അടിച്ചു, എന്ത് ചെയ്തു? അയാൾ തൂതിട്ട് മുഖം തടവി. രണ്ടാമത്തെ അടിച്ചു ചെയ്യണം. പിന്നെ രണ്ടടികൾ ഉണ്ട്. അത്തയമ്മു ലർബത്താനി, രണ്ടടികൾ. ലർബത്തുൻ ഫിൽ വജ്ഹി, ലർബത്തുൻ ഫിൽ യദൈ, ഫിൽ മിർഫഖൈൻ അല്ലെ ഫിൽ യദ്, കൈക്കും മുഖത്തിനും വേണ്ടി എന്നൊരു ഹദീസിൽ ആ രൂപത്തിൽ ആശയം വന്നിട്ടുണ്ട്. പക്ഷെ ആ ഹദീസ് എന്താണ്? ദുർബലാണ്. ഹദീസ് സ്വഹീഹ് അല്ല. അപ്പോൾ സ്വഹീഹായ ഹദീസിൽ എന്താ ഉള്ളത്? റസൂൽ ഒരു അടി അടിച്ചു എന്നില്ല ഉള്ളത്. അപ്പോൾ ഒറ്റ അടിയാണ് തയമ്മുമിന് അടിക്കേണ്ടത്. അതിൽ തന്നെ നമ്മൾ മുഖവും അതുപോലെ തന്നെ കൈപ്പത്തികളുമാണ് തടവേണ്ടത്. അപ്പോൾ ഒരാൾ ആദ്യം കൈപ്പത്തി തടവി എന്നിട്ട് മുഖം തടവി, അപ്പോഴോ അതും പറ്റും, പ്രശ്നമില്ല. മുഖം ആദ്യം തടവിയാലും പ്രശ്നമില്ല, കൈ ആദ്യം തടവിയാലും പ്രശ്നമില്ല. ഒരാൾ ആദ്യം ഇടത്തെ കൈയിൻ്റെ മുകളിൽ കൂടെ വലത്തെ കൈയും വലത്തെ കൈയിൻ്റെ മുകളിൽ കൂടെ ഇടത്തെ കൈയും അങ്ങനെ തടവി. ആദ്യം ഇടതുകൊണ്ട് വലത് തടവി, പിന്നെ വലതുകൊണ്ട് ഇടത്. വേറൊരാൾ എന്ത് ചെയ്തു? ആദ്യം വലതുകൊണ്ട് ഇടത് തടവി, പിന്നെ ഇടതുകൊണ്ട് വലത് തടവി. രണ്ടാളതും ശരിയാണ്. ഇതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന രൂപങ്ങളാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാം? ആദ്യം മുഖം തടവാ, പിന്നെ കൈകൾ തടവാ, അല്ലെങ്കിൽ കൈകൾ പിന്നെ മുഖം. കൈയാവുമ്പോഴും ഏതുകൊണ്ട് ആദ്യം തുടങ്ങിയാലും പ്രശ്നമില്ല. ശ്രദ്ധിക്കേണ്ട എന്തുള്ളു? ഒരടിയുള്ളു. അതേപോലെ തന്നെ നമ്മൾ പിന്നെ കൈ പത്തിയാണ് തടവേണ്ടത്. മിർഫക്ക് വരെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ തടവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തയമ്മും എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എപ്പോഴൊക്കെ തയമ്മും ചെയ്യാം? എങ്ങനെ? വുദൂവിൻ്റെ ആവശ്യമുള്ള സമയത്താണ്. അത് എപ്പോഴൊക്കെ? ഓക്കെ. എപ്പോഴൊക്കെ തടവാ? വെള്ളം കിട്ടാത്ത വരുമ്പോൾ. ഒരാൾക്ക് വെള്ളമില്ല, വെള്ളം തേടിയിട്ട് വെള്ളം അന്വേഷിക്കണം. ഒരാൾ ഒരു വിജനമായ പ്രദേശത്തെത്തി വെള്ളമൊന്നും നോക്കിയിട്ട് കാണാനില്ല, തയമ്മും ചെയ്യാൻ പറ്റൂല. വെള്ളം അന്വേഷിക്കണം. വെള്ളം അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാണ്? അയാൾക്ക് വെള്ളം കിട്ടിയില്ല, അയാൾ തയമ്മും ചെയ്ത് നിസ്കരിച്ചു, അയാൾക്ക് അത് മതി. രണ്ടാമത്തെ സന്ദർഭം വെള്ളമുണ്ട്. എങ്ങനെ? രോഗിയാണ് ഒരാൾ. അപ്പം അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അയാൾക്ക് ചിലപ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴിയാൻ പറ്റാത്ത അവസ്ഥകൾ വരും. ഇപ്പോൾ കൈ എവിടെയെങ്കിലും വെള്ളം സ്പർശിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. അതിൻ്റെ മസാല നമ്മളൊന്ന് വിശദമായിട്ട് പറയും ഇൻഷാ അല്ലാ. മുറി വരുമ്പോൾ അല്ലേ, അവയവങ്ങൾ മുറി വരുമ്പോൾ അത് നമ്മൾ വിശദമായിട്ട് പറയും. പിന്നെ വെള്ളമുണ്ട്, പക്ഷേ അയാൾക്കത് കുടിച്ചു കഴിഞ്ഞാൽ തയമ്മുമിന് തികയില്ല, അല്ലെങ്കിൽ തയമ്മുമിന് എടുത്താൽ അത് കുടിക്കാണ്ടാവില്ല. അപ്പം നമ്മൾ കുടിക്കാനില്ല എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. എന്നിട്ട് അയാൾ തയമ്മും ചെയ്യാം. അയാൾ വുളു എടുത്താൽ കുടിക്കാൻ വെള്ളം തികയില്ല, കുടിച്ചാൽ വുളുവിനും തികയില്ല. അപ്പോൾ കുടിക്കാൻ വേണ്ടി മാറ്റിവെക്കുക, എന്നിട്ട് വുളു ചെയ്യാതെ എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്ന് പേടിച്ചാൽ, ഇപ്പോൾ നല്ല ശക്തമായ തണുപ്പാണ് അല്ലെങ്കിൽ ശക്തമായ ചൂടാണ്, വെള്ളം ഉപയോഗിച്ചാൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരും ഉറപ്പാണ്, അപ്പം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? വുളു ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്വഹാബത്ത് യാത്രയിലായിരിക്കുമ്പോൾ ഒരു സ്വഹാബിക്ക് എന്ത് ചെയ്തു? തലമുറി മുറിയായി, കല്ലുകൊണ്ടിട്ട് തലമ മുറിയായി. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ രാത്രി ജനാപത്തുണ്ടായി. അപ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചു, എനിക്ക് ജനാപത്തുണ്ട്, തലമ മുറിയുണ്ട്, കുളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അധികമാവും, എനിക്ക് എന്തെങ്കിലും റുഖ്സുണ്ടോ, ഇളവുണ്ടോ തയമ്മും ചെയ്യാൻ? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇളവൊന്നുമില്ല, എനിക്ക് ഒതു കൊടുക്കാൻ കഴിയുമല്ലോ, എനിക്കൊരു ഇളവുമില്ല, ഒതു പിന്നെ കുളിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? കുളിച്ചു, മുറി അധികമായി, അയാൾ മരണപ്പെട്ടു. വിവരം റസൂലിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? ഖത്തലൂഹു, നിങ്ങൾ അയാളെ കൊന്നു എന്നതാണ്. ഇന്നമാ സുആലുൽ അയ്യി ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, അറിവില്ലാത്തതിൻ്റെ മരുന്ന് ചോദിച്ചു പഠിക്കുക എന്നുള്ളതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോൾ അതുകൊണ്ട് ആ സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞു അയാൾക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? തയമ്മും ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് വെള്ളം ഉപയോഗിച്ചാൽ എന്തെങ്കിലും നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? വുളു ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലാ തുഹ്ലികൂ ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശങ്ങളിലേക്ക് കൊണ്ടുപോയിടരുത്. അതേപോലെ ലാ ലററ വലാ ലിറാറ, സ്വയം ഉപദ്രവം ഉണ്ടാക്കാനും പറ്റൂല, മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാനും പറ്റൂല. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിലെ കായികകളാണ്. നമ്മൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? വെള്ളം ഉപയോഗിച്ചാൽ ഉപദ്രവമാണെങ്കിൽ തയമ്മും ചെയ്താൽ മതി. ഇതൊക്കെ തയമ്മുമിന് നമുക്ക് ഇളവുള്ള സന്ദർഭങ്ങളാണ്. എന്തുപയോഗിച്ച് ചെയ്യാം? തയമ്മും ചെയ്യുമ്പോൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? മണ്ണാണ് ഉപയോഗിക്കേണ്ടത്.
മണ്ണല്ലാതെ വേറെന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഏത് ചുമര്. ചുമര് എങ്ങനത്തെ? നമ്മൾ ഈ ചുമരൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു മണ്ണെന്നെ വേണം. എങ്ങനെ? അടിച്ചു കഴിഞ്ഞാൽ കയ്യുമേ മണ്ണിങ്ങനെ വേണം. അങ്ങനത്തെ പിന്നെ ഭൂമിയിലെ അടിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അല്ലാഹു അലം പ്രബലമായ അഭിപ്രായം ഫതയമ്മമു സുഈദൻ ത്വയ്യിബ എന്ന് അല്ലാഹു പറഞ്ഞു. അഥവാ ഭൂമിയുടെ ശുദ്ധമായ ഉപരിതലം നിങ്ങൾ തേടിക്കൊള്ളുക. അപ്പോൾ ഭൂമിയുടെ ഇനത്തിൽപ്പെട്ട എല്ലാതും പറ്റും. അവിടെയാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി ഒക്കെ പറഞ്ഞത് അന്ന കുല്ലമാ അലൽ അർള്, ഭൂമിയുടെ മുകളിലുള്ള എല്ലാം പറ്റും. മിൻ തുറാബ്, മണ്ണ് പറ്റും. വറംലിൻ, മണൽ പറ്റും. അതുപോലെ തന്നെ വഹജ്റിൻ മുഹ്തറഖിൻ, കത്തിയ പിന്നെ ഹജ്റ കല്ലാണെങ്കിൽ അത് പറ്റും. അതുപോലെ മരത്തിൻ്റെ കഷ്ണാണെങ്കിൽ അതെന്ത് ചെയ്യും? അതും പറ്റും. ഗൈറ് മുഹ്തറഖ്, കത്താത്ത പിന്നെ മരത്തിൻ്റെ കഷ്ണാണെങ്കിൽ അത് പിന്നെ കല്ലിൻ്റെ രൂപമാണെങ്കിൽ അത് പറ്റും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്താ പറയുക, ചെരൽക്കല്ല് അതാണെങ്കിൽ പറ്റും. വലിയ പാറ അതാണെങ്കിൽ അതൊക്കെ ഫഇന്നഹു യുതയമ്മമു ബിഹി, അതുകൊണ്ടൊക്കെ തയമ്മും ചെയ്യാമെന്ന് പറഞ്ഞു കാണാം. അപ്പോൾ ഭൂമിയുടെ ഇനമാകണം എന്ന് മാത്രം. അപ്പോൾ കല്ല്, ചെരൽക്കല്ല്, മണല്, പിന്നെ നമ്മൾ പറയാം കല്ല് കത്തിയതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അഥവാ തീ പിടിച്ച് വന്നാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? പറ്റും. ഭൂമിയുടെ ഇനമാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്നാൽ ഇങ്ങനത്തെ ചുമര്, ഈ ചുമര് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇഷ്ടികേക്കരം, അതാണെങ്കിൽ പറ്റും. കാരണം എന്താ? ആ ഭൂമിയുടെ ഇനത്തിൽ പെട്ടാണ്. പക്ഷെ നമ്മളിതിൻ്റെ മുകളിൽ കൂടെ പെയിൻ്റ് അടിച്ചു, ഇനി പറ്റൂല. അപ്പോൾ ഭൂമിയുടെ ഇനത്തിൽപ്പെട്ടതാണെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ നേരെ മറിച്ച് ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ കയ്യമ്മ മണ്ണ് പുരളും എന്ന രൂപമാണെങ്കിലോ നമ്മൾക്ക് പറ്റും. അപ്പോൾ ഉള്ള ആശുപത്രിയിൽ കിടക്കുകയാണ്, അപ്പോൾ എന്ത് ചെയ്തു? ബെഡിലടിച്ച് തയമ്മും ചെയ്യാണ്, പറ്റൂല. കട്ടിൽ മടിച്ച് തയമ്മും ചെയ്യാണ്, പറ്റൂല. ഒരാൾ ഫ്ലൈറ്റിൽ യാത്രയിലാണ്, മുമ്പിലെ എന്തുണ്ടാവും? സീറ്റ്, അയിമടിച്ച് തയമ്മും ചെയ്യാണ്, പറ്റൂല. ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്യാണ്, സീറ്റിലടിച്ച് തയമ്മും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവിടെയാണ് തയമ്മും ചെയ്യുമ്പോൾ എന്തു വേണം? അതാണ് അന്ന കുല്ലമാ അലൽ അർളി, ഭൂമിയുടെ ഇനത്തിൽപ്പെട്ട എല്ലാത്തിലും പറ്റും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അത് വിശദീകരിച്ച് പറഞ്ഞത് കാണാം. ഭൂമിയുടെ ഇനത്തിൽപ്പെട്ട നമ്മൾ പറഞ്ഞ കല്ല്, അത് കത്തിയതാകട്ടെ അല്ലാത്താകട്ടെ, അല്ലെങ്കിൽ മണൽ, അല്ലെങ്കിൽ ചെരൽക്കല്ല്, മണ്ണ്, വലിയ പാറക്കല്ല്, ഇതൊക്കെ പറ്റും. എന്നാൽ ഭൂമിയുടെ ഇനത്തിൽ പെടാത്തത് അത് പറ്റൂല. ഇപ്പം ഇങ്ങനത്തെ ചുമര് പറ്റൂല. നേരെ മറിച്ച് ഇതുമ്പോൾ മണ്ണുണ്ടെങ്കിലോ പറ്റും. ഇതുമ്പോൾ മണ്ണുണ്ടെങ്കിൽ പറ്റും. ഫ്ലൈറ്റിന് മുമ്പത്തെ സീറ്റ് അതിമ കുറച്ച് മണ്ണുണ്ടെങ്കിലോ പറ്റും. എല്ലാ സന്ദർഭത്തിൽ പറ്റൂല. അപ്പോൾ ഒരാൾ ഫ്ലൈറ്റിലാണ്, അയാൾക്ക് പിന്നെ ജംആക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അയാൾ എത്തുമ്പോഴേക്കിന് എന്ത് ചെയ്യൂല? സമയം കഴിയുകയും ചെയ്യും, സമയം നീണ്ടു നിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഫ്ലൈറ്റിൽ വെള്ളമില്ല, തയമ്മും ചെയ്യാൻ മണ്ണുമില്ല. അപ്പം എന്ത് കാട്ടും? ഫ്ലൈറ്റ് നിർത്തിയേ? ഫ്ലൈറ്റിനടുത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഫ്ലൈറ്റിനടുത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്ത കാര്യമില്ല, തയമ്മും ആവൂല. അപ്പോൾ അയാൾ എന്ത് ചെയ്യണ്ട? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫത്തഖുല്ലാഹ മസ്തതഅതും, അള്ളാഹിനെ എങ്ങനെയാണോ സൂക്ഷിക്കാൻ കഴിയുക അങ്ങനെ സൂക്ഷിക്കുക. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു മനുഷ്യനും കഴിവിൻ്റെ അപ്പുറം അള്ളാഹുവിനോട് കൽപ്പിക്കൂല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ത്വഹാറത്ത് വരുത്തൽ നിർബന്ധമല്ല. ആ ഷർത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവിടെ വുളൂവും ചെയ്യേണ്ട, തയമ്മും ചെയ്യേണ്ട, എങ്ങനെയാണോ നിസ്കരിക്കാൻ വയ്ക്കുക അങ്ങനെ നിസ്കരിക്കാം. അടിക്കേണ്ട ആവശ്യമില്ല, കാരണം അടിച്ചിട്ട് കാര്യമില്ല, തയമ്മും ആവൂല. ചുമരിലടിക്കണമെങ്കിൽ എന്ത് വേണം? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി വ്യക്തമായിട്ട് പറഞ്ഞു, ചുമരിലടിക്കണമെങ്കിൽ ഇങ്ങനത്തെ ചുമരാണെങ്കിൽ, ഇപ്പോൾ ഇഷ്ടികയുടെ വെട്ടുകല്ലിൻ്റെ അതൊക്കെ ഭൂമിയുടെ ഇനത്തിൽ പെട്ടതാണ്. അതൊന്നുമല്ല, അതിങ്ങനെ കുമ്മായവും പെയിൻ്റൊക്കെ അടിച്ച ചുമരാണെങ്കിൽ അതിൽ മണ്ണ് തഅല്ലുഖായിട്ടില്ല എങ്കിൽ, മണ്ണ് അവിടെ നമ്മളെ കൈമ പറ്റി പിടിക്കൂല എങ്കിൽ അവിടെ തയമ്മും ശരിയാവില്ല. അപ്പോൾ പിന്നെ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് വേണ്ടി ഒദു എടുത്ത് കൊടുക്കാനുണ്ട്, തയമ്മും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. അതിനൊന്നുമില്ല എങ്കിൽ അയാളിൽ നിന്ന് തയമ്മുമിൻ്റെ ഷർത്ത് നഷ്ടപ്പെട്ടു പോകും, വുളൂവിൻ്റെ ഷർത്ത് നഷ്ടപ്പെട്ടു പോകും. അയാൾക്ക് ചെയ്യേണ്ട, അയാൾ നിസ്കരിച്ചാലും മതി എന്നുള്ളതാണ് അതിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അഅലം. തയമ്മും എപ്പോൾ മുറിയും? എപ്പോഴാണ് തയമ്മും മുറിയുക? വെള്ളം കണ്ടാൽ. വുളൂ മുറിയുന്ന എല്ലാ വസ്തുക്കൾ കൊണ്ടും തയമ്മും മുറിയും. ഇപ്പോൾ നേരത്തെ വാക്കിൽ വുളൂ പഠിച്ചു, അതുകൊണ്ടൊക്കെ തയമ്മും മുറിയും. അതുപോലെ അബ്ദുറഹ്മാൻ പറഞ്ഞ പോലെ വെള്ളം കിട്ടിയാലും എന്ത് ചെയ്യും? തയമ്മും മുറിയും. അപ്പോൾ ഒരാൾ തയമ്മും ചെയ്തു, നിസ്കരിക്കാൻ നിൽക്കണുള്ളു, അതിൻ്റെ മുമ്പ് വെള്ളം കിട്ടി, വെള്ളം കണ്ടു, അയാളെ തയമ്മും മുറിഞ്ഞു. അയാൾ എന്ത് ചെയ്തു? വേഗം വുളൂ എടുത്തിട്ട് നിസ്കരിക്കണം. ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ്
വെള്ളം കിട്ടിയത്, ഒരു വെള്ളം ഉണ്ടെന്ന് അറിഞ്ഞത്, അയാൾ എന്ത് ചെയ്യണം? നിസ്കാരം നിർത്തണം. നിസ്കാരം നിർത്തിയിട്ട് പോയിട്ട് വുളു എടുത്തിട്ട് വന്നിട്ട് നിസ്കാരം നിർക്കണം. ഒരാൾ നിസ്കരിച്ച് കഴിഞ്ഞു, സലാം വീട്ടിൽ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ വെള്ളം അന്വേഷിക്കണു. അയാൾ വെള്ളം ഫുൾ അന്വേഷിച്ച് കിട്ടിയിട്ടില്ല, തയമ്മം ചെയ്ത് നിസ്കരിച്ചു. ഒരു 10 അടി വെച്ചപ്പോഴേക്കിനും അവിടെ ഉണ്ട് വെള്ളം. അയാൾ എന്ത് ചെയ്യണം? വുളു എടുത്ത് മടക്കി നിസ്കരിക്കണോ? വേണ്ട. അയാളെ നിസ്കാരം ശരിയാണ്. നിസ്കാരം കഴിഞ്ഞാൽ അയാൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളം അന്വേഷിച്ച് വെള്ളം കിട്ടിയില്ല, തയമ്മം ചെയ്തു, തൊട്ടടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ അയാൾ പിന്നെ നിസ്കാരത്തിന് ശേഷം കണ്ടിച്ചാലും അയാൾ നിസ്കാരം മടക്കേണ്ട ആവശ്യമില്ല. തയമ്മം കൊണ്ടുള്ള അയാളെ നിസ്കാരം സ്വഹീഹാണ്. അല്ലാഹു അഅലം. തയമ്മം ചെയ്ത ആൾക്ക് വെള്ളം ലഭിച്ചാൽ, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മസല. ഒരു തയമ്മം കൊണ്ട് എത്ര നമസ്കരിക്കാം? ഒരാൾ ളുഹറിന് വേണ്ടി തയമ്മം ചെയ്തു, അസറായിട്ടും അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റിയില്ല, എപ്പോഴും തയമ്മം ചെയ്യേണ്ട അവസ്ഥ തന്നെയാണ്. പക്ഷേ അയാളെ തയമ്മം മുറിഞ്ഞിട്ടില്ല. ആ തയമ്മം കൊണ്ട് അയാൾക്ക് അസർ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതെ, നമ്മൾ പറഞ്ഞേ തയമ്മം എന്ന് പറഞ്ഞാൽ വുളുവിൻ്റെ ബദലാണ്, വുളുവിൻ്റെ പകരാണ്. അപ്പോൾ അതുകൊണ്ട് വുളു കൊണ്ട് പറ്റുന്നതൊക്കെ എന്താ? വുളുവിൻ്റെ പോലെ തന്നെ തയമ്മൂനും. അപ്പോൾ ഒരു തയമ്മം ഒരാൾ സുബ്ഹിന് ചെയ്തു, ഇശാ ആയിട്ട് മുറിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് ആ തയമ്മം തന്നെ മതി. അപ്പോൾ ഒരു തയമ്മം കൊണ്ട് എത്രയും നമസ്കരിക്കാം. ഇതൊക്കെ പൊതുവേ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു കൺഫ്യൂഷനിലെ മസാലകളാണ്. സ്വലാത്തു നവാഫിലി ബി തയമ്മുമിൽ ഫരീള, ഫർള് നിസ്കാരത്തിന് വേണ്ടി ഒരാൾ തയമ്മും ചെയ്തു, ളുഹർ നിസ്കരിച്ചു. ഇനി ളുഹറിൻ്റെ റവാത്തീബ് സുന്നത്താണ്, അത് ഈ തയമ്മും കൊണ്ട് പറ്റുമോ? പറ്റും, അത് തയമ്മും കൊണ്ട് പറ്റും. അപ്പോൾ സുന്നത്തിന് വേണ്ടി എടുത്തുകൊണ്ട് ഫർള് നിസ്കരിക്കുക, ഫർളിന് വേണ്ടി എടുത്തുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുക, ഒരു ഫർളിന് വേണ്ടി എടുത്തുകൊണ്ട് വേണ്ടി 3 ഫർള് നിസ്കരിക്കുക. ഇതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഇതിലൊന്നും നമ്മൾ ഇഷ്കാലാവേണ്ട ആവശ്യമില്ല. ഉപയോഗിച്ച മണ്ണ് വീണ്ടും ഉപയോഗിക്കാമോ? ഒരാൾ തയമ്മുന് വേണ്ടി ഒരു മണ്ണ് ഉപയോഗിച്ചു, ആ മണ്ണെന്നെ വീണ്ടും തയമ്മുന് ഉപയോഗിക്കാൻ പറ്റുമോ? അതും പറ്റും. നായയുടെ നജസ് പകരണമെങ്കിൽ കേവലം സ്പർശനം കൊണ്ട് പകരൂല, നമ്മളിഞ്ഞത് വരും. നജസ് ഏത് നജസും പകരണമെങ്കിൽ നനവുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരാൾ നായനെ തൊട്ടു, അയാളെ കൈമ നനവില്ല, നായയുടെ മേത്തും നനവില്ല, അയാളെ കൈമ നജസാവൂല. നേരെ മറിച്ച് അതേപോലെ തന്നെ നായ സിറ്റോട്ട് കയറി, നമ്മൾ കണ്ടു, നായ സിറ്റോട്ട് കയറി പോണ കണ്ടു, നമ്മൾ പോയി നോക്കുമ്പോൾ നായയുടെ കാൽപ്പാടോ ഒന്നും അവിടെ ഇല്ല, അവിടെ നനവൊന്നും ഉണ്ടായിരുന്നില്ല. സിറ്റോട്ട് 7 പ്രാവശ്യം മണ്ണിട്ട് കഴുകണോ? വേണ്ട. നജസ് പകരണമെങ്കിൽ അതിൽ നനവ് വേണം. ഒന്നെങ്കിൽ അതിൽ സ്പർശിക്കുന്ന വസ്തു നനഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നജസായ സാധനം അത് നനഞ്ഞിരിക്കണം. അപ്പോൾ നായയുടെ മേത്ത് നജസ് ഉണ്ട്, അപ്പോൾ നമ്മൾ തൊട്ടു, നജസ് പകരും. അല്ലെങ്കിൽ നമ്മളെ കയ്യമ നനവുണ്ട്, നായയുടെ മേത്ത് ഡ്രൈ ആണ്, പക്ഷെ നമ്മളെ കൈമ നനവുണ്ട്, തൊട്ടു, നജസ് പകരും. ഇത് നായ എന്നുള്ള വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലും. കുട്ടി മൂത്രയിച്ചു, നമ്മൾ കഴുകി കളയാൻ മറന്നു, ഫാൻ്റെ കാറ്റുകൊണ്ട് ഉണങ്ങി, നമ്മളായി കൂടെ അങ്ങോട്ടും കൂടി നടന്നു, നജസ് കാലുമാവോ? ഇല്ല, അത് ഉണങ്ങിയിരിക്കണു, ഉണങ്ങിയതിന് നജസ് പകരൂല. നേരെ മറിച്ച് ആ നടക്കുമ്പോൾ നമ്മളെ കാലുമ നനവുണ്ടെങ്കിലോ നജസ് പകർന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നജസ് എപ്പോഴും പകരം എപ്പോഴുള്ളൂ നനവോടുകൂടി സ്പർശിച്ചാൽ മാത്രമേ ഉള്ളൂ. നനവില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ അത് നായയാണെങ്കിലും അല്ലെങ്കിൽ ഏത് നജസാണെങ്കിലും അതെന്ത് ചെയ്യൂല, പരക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാഹു അഅലം. തുഹൂറു ഇനാഇ അഹദിക്കും ഇദാ വലഗ ഫീഹിൽ കൽബു അയ്യഗ്സിലഹു 7 മർറാത്ത് ഊലാഹുന്ന ബിത്തുറാബ് ഔ ഉഖ്റാഹുന്ന ബിത്തുറാബ്. ഒരു പ്രാവശ്യം മണ്ണ് വേണം, ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. നാടൻ നജസിന് മാത്രം ഒരു പ്രാവശ്യം മണ്ണ് വേണം. അല്ലാഹു അഅലം. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ചോദിക്കും, ഇപ്പോൾ കുറേ കെമിക്കൽസൊക്കെ ഉണ്ടല്ലോ, എന്തിനാ മണ്ണ്? ഇല്ല, അത് അള്ളാഹും റസൂലും മണ്ണ് എന്ന് പറഞ്ഞു, മണ്ണ് തന്നെ എന്ത് ചെയ്യണം? നമുക്ക് വേണം, കെമിക്കൽസ് കൊണ്ടൊന്നും പറ്റൂല. അല്ലാഹു അഅലം. മസ്ഹുൽ ഖുഫൈൻ, എന്താ മസ്ഹുൽ ഖുഫൈന്? ഖുഫൈൽ തടവൽ അല്ലേ, ഖുഫൈൽ തടവലാണ്. എന്താണ് ഖുഫ എന്ന് പറഞ്ഞാൽ? സോക്സ് ആണോ? സോക്സ് മാതിരി, അതെ, സോക്സ് മാതിരി സാധനം. നമുക്കിപ്പോൾ ഖുഫ എന്ന് പറഞ്ഞാൽ ഇന്ന് ഖുഫയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാധനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ റോഡ് പണിക്കാരിടുന്ന ആ ഗംബൂട്ടുണ്ടല്ലോ, ഇങ്ങനെ കയറിക്കണേ, ആ പുല്ലിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ആ കയറിക്കണ സാധനം, അതാണ് ശരിക്കും ഖുഫയോട് നടുത്തിക്കണേ ഒന്ന് നമുക്ക് പറയാൻ പറ്റണ ഒന്ന്. ഖുഫ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിങ്ങനെ നല്ല വെലിഞ്ഞ് മുറുക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അവർക്ക് ജിൽദ് കൊണ്ട്, തൊലി കൊണ്ടുണ്ടാക്കിയതേക്കണം, തൊലി കൊണ്ടുണ്ടാക്കിയ കാലുമ പിന്നെ നല്ല വെലിഞ്ഞ് മുറുക്കി കിട്ടണേ. അത് അഴിക്കാനും ഇടാനൊക്കെ എന്തേക്കണം കുറച്ച് പ്രയാസം, നമ്മൾ ഷൂസൊക്കെ ഉണ്ട പോലെ കുറച്ച് പ്രയാസമായിരിക്കും. അതുമാത്രമല്ല അത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ നടക്കാനും പറ്റും, പിന്നെ വേറെ ചെരുപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, അതിൽ കൂടെ തന്നെ നടക്കാൻ പറ്റും. അങ്ങനത്തെ ഒന്നാണ് ഖുഫ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വഹാബത്തിൻ്റെ കാലത്തൊക്കെ ഖുഫ എന്തായിരുന്നു? വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് തടവൽ അനുവദനീയമാണ്.
അപ്പോൾ ഇതൊരാൾ ഇട്ട സന്ദർഭത്തിൽ തീരെ അറിയാത്തവർക്ക് പറയാണ്, ഒരാൾ ഉദു എടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് അഴിച്ചു മാറ്റിയിട്ട് കാല് കഴുകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലൂടെ അയാൾക്ക് തടവിയാൽ മതി. അതാണ് ഖുഫൈൽ തടവൽ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മുകളിൽ കൂടെ തടവിയാൽ മതി. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബി പറഞ്ഞത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനാ ഇദാ കുന്നാ സഫ്രൻ, ഞങ്ങൾ യാത്രയിലാണെങ്കിൽ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു, അല്ലാ നൻസിഅ ഖിഫാഫനാ സലാസത അയ്യാമിൻ വലയാലിഹിന്ന, 3 ദിവസം 3 രാത്രി 3 പകലും ഞങ്ങൾ ഞങ്ങളുടെ ഖുഫകൾ അഴിക്കേണ്ടതില്ല. ഇല്ലാ മിൻ ജനാബ, ജനാബത്തല്ലെങ്കിൽ, അപ്പോൾ ജനാബത്തുണ്ടായാൽ അഴിച്ചെന്ത് ചെയ്യണം, കഴുകി വൃത്തിയാക്കണം. വലാകിൻ ഗായിത്തിൻ മിൻ ഗായിത്തിൻ വ ബൗലിൻ വ നൗമിൻ, ഉറക്കം, മലമൂത്ര വിസർജനം, ഇതൊക്കെ ചെറിയ അശുദ്ധിയാണല്ലോ. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഖുഫ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഴിച്ച് കാല് കഴുകേണ്ട, മുകളിലൂടെ തടവിയാൽ മതി. ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ മസാല. ഞാൻ ഇതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് നോക്കാം. ആർക്കെല്ലാം അനുവദനീയം, സമയപരിധി, ആർക്കെല്ലാം ഖുഫയിൽ തടവൽ അനുവദനീയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചില താബികൾ വന്നിട്ട് ഇങ്ങനെ ഖുഫയുടെ സംശയം ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ അലി റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് എന്നോളി. കാരണം അലി റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ കൂടെ യാത്രയിലൊക്കെ സഹവസിച്ച ആൾ, അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ അറിയും. അപ്പോൾ അലി റളിയല്ലാഹു അടുത്തേക്ക് എന്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ജഅല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത അയ്യാമിൻ വലയാലിയഹുന്ന ലിൽ മുസാഫിരി വയൗമൻ വലൈലത്തൻ ലിൽ മുഖീമി, യാത്രക്കാരന് 3 ദിവസവും അതുപോലെ തന്നെ നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് 1 ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അനുവദിച്ചു കൊടുത്തു. ജാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അംഗീകരിച്ചു കൊടുത്തു. അപ്പോൾ യാത്രക്കാർക്കും തടവാം, നാട്ടിൽ നിൽക്കുന്ന യാത്രയില്ലാത്ത ആൾക്കാർക്കും ഈ ഇളവ് ഉപയോഗിക്കാം. ഇതിൽ സമയപരിധി, അപ്പോൾ സമയപരിധി വെച്ചുകൊണ്ട് യാത്രക്കാർക്ക് 3 ദിവസം വരെ തടവാം, നാട്ടിൽ നിൽക്കുന്ന ആൾക്കോ 1 ദിവസം വരെ. എങ്ങനെയാണ് ഈ സമയം നമ്മൾ പരിഗണിക്കുക? ഒരാൾ ഖുഫ് ധരിച്ചു, വുളു എടുത്തു, സുബഹ്സ്കാരം കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വുളു ഒക്കെ എടുത്തിട്ട് ഖുഫ് ധരിച്ചിട്ട് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ അവൾ വുളു എടുത്ത് എത്ര മണിക്കാണ്? 10 മണിക്ക്. 10 മണിക്ക് വുളു എടുത്തിട്ട് ഖുഫ് ധരിച്ചു, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അയാൾ അങ്ങനെ പോയി. ഒരു 11 മണിയായപ്പോൾ അയാൾ വുളു മുറിഞ്ഞു, കീഴ്വായി പോയി. 11 മണിക്ക് അയാളെ വുളു മുറിഞ്ഞു. ളുഹർ നിസ്കാരത്തിന് 12:30ക്കാണ് അയാൾ കയറുന്നത്. അപ്പോഴാണ് ഇനി എന്ത് ചെയ്യണത്, അയാൾ വുളു എടുക്കണത്, ഇനി അയാൾ തടവുന്നത് അപ്പോഴാണ്. ഇപ്പം എന്തൊക്കെ, അയാൾ ഖുഫ ധരിച്ച സമയമുണ്ട്, അയാൾ വുളു മുറിഞ്ഞ സമയമുണ്ട്, അയാൾ രണ്ടാമത് ഖുഫയിൽ തടവി തുടങ്ങിയ സമയമുണ്ട്. ഇതിലേത് മുതലാണ് അയാളെ സമയം ആരംഭിക്കുക? തടവി തുടങ്ങിയ മുതലാണോ? അതെ, തടവി തുടങ്ങിയത് മുതലാണ് സമയം ആരംഭിക്കുക. അതാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ എപ്പോഴാണോ ഖുഫയിൽ ആദ്യ തവണ നമ്മൾ തടവണത്, അത് മുതലാണ് നമ്മളെ സമയം ആരംഭിക്കുക. അത് മുതൽ പിന്നെ 1 രാത്രിയും 1 പകലും, യാത്രക്കാരനാണെങ്കിൽ 3 രാത്രികളും 3 പകലുകളും. ഷുറൂത്തുകൾ. അപ്പോൾ ഖുഫ ധരിക്കാൻ, ഖുഫയിൽ തടവാൻ ചില ഷർത്തുകളുണ്ട്. ഖുഫയിൽ തടവാൻ ചില ഷർത്തുകളുണ്ട്. ഈ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഖുഫയിൽ തടവാൻ പറ്റുള്ളൂ. ഐ യകൂന ലാബിസല്ലഹുമ അലാ ത്വഹാറ, ശുദ്ധിയോടുകൂടിയായിരിക്കണം ഖുഫ ധരിക്കേണ്ടത്. അപ്പോൾ ഒരാൾ വുളു എടുക്കാതെ ഖുഫ ധരിച്ചു, പറ്റൂല. വുളു എടുത്തതിന് ശേഷമായിരിക്കണം, ശുദ്ധി വരുത്തിയതിന് ശേഷമായിരിക്കണം ഖുഫ ധരിക്കേണ്ടത്, അപ്പോഴേ തടവാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് ഐ യകൂനൽ ഖുഫാനി ത്വാഹിറത്തൻ, ഖുഫ എന്തായിരിക്കണം? ശുദ്ധിയുള്ളതായിരിക്കണം. അപ്പം നജസിൻ്റെ തോലുകൊണ്ട് ഉണ്ടാക്കിയ ഖുഫയാണെങ്കിലോ പറ്റൂല, ഖുഫ ശുദ്ധിയുള്ളതായിരിക്കണം. ഐ യകൂന മസ്ഹുമാ ഫിൽ ഹദസിൽ അസ്ഗരി ലാ ഫിൽ ജനാബ, ജനാബത്ത് ഔ മാ യുജിബുൽ ഗുസ്ൽ, കുളി നിർബന്ധമാകുന്ന അല്ലെങ്കിൽ ജനാബത്ത്, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തടവാൻ പറ്റുമോ? ഇല്ല, അഴിച്ചു മാറ്റണം. എന്നിട്ട് കുളിച്ച് ശുദ്ധിയായി കാല് കഴുകിയിട്ട് പിന്നെ ഉദൂർത്തിട്ട് ഇടണം. എന്നാൽ ചെറിയ അശുദ്ധിയാണെങ്കിൽ അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, തടവാൻ അനുവാദമുള്ളത്. നാലാമത്തത് ഐ യകൂനൽ മസ്ഹു ഫിൽ വഖ്തിൽ മുഹദ്ദദ് ശർഅൻ, മതം പിന്നെ നമുക്ക് പറഞ്ഞു തന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്തിൻ്റെ പരിധിയിലായിരിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, യാത്രക്കാരന് 3 ദിവസവും അല്ലാത്തവൻ 1 ദിവസം, ഈ സമയത്തിൻ്റെ ഉള്ളിൽ മാത്രം തടവാനേ പറ്റുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അഴിച്ചു മാറ്റണം. ഇനി ഇതിലേക്ക് നമ്മളിതിനെ മുറിഞ്ഞു പോണ കാര്യം വാക്കുകളാണ്, നമുക്ക് ഇൻഷാ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതിലേക്ക് ചേർത്ത് നമ്മൾക്ക് ഇപ്പോഴത്തെ ജൗറബ് എന്നാണ് പറയുക, സോക്സുകൾ, അത് ഈ ഖുഫയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഖുഫയിലേക്ക് കിയാസ് ചെയ്യാൻ പറ്റുമോ? അതിൽ പറ്റും. ഖുഫയിലേക്ക് എന്ത് ചെയ്യാം? പറ്റും എന്നുള്ള 13ഓളം സ്വഹാബത്തിൽ നിന്ന്
അത് സ്ഥിരപ്പെട്ടു വന്ന കാര്യം. 13ഓളം സ്വഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. ഖുഫ പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സോക്സുകളിലേക്കും ആ തടവൽ നമ്മൾ ഖിയാസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഈ സോക്സ് ഇടുമ്പോഴും സോക്സിൽ തടവാനും ഇപ്പോൾ പറഞ്ഞ ഷർത്തുകളുണ്ടല്ലോ, ഈ ഷർത്തുകളൊക്കെ പാലിക്കണം. അപ്പോൾ സോക്സ് ഇടുമ്പോൾ എങ്ങനെ ആയിരിക്കണം, ശുദ്ധി വരുത്തി വുളു എടുത്തതിന് ശേഷമായിരിക്കണം ഇട്ടിരിക്കുന്നത്. സോക്സ് എന്ത് ചെയ്യാൻ പാടില്ല, നജസിലതാവാൻ പാടില്ല. അതുപോലെ തന്നെ വലിയ ശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ അയക്കണം. അതേപോലെ തന്നെ അത് നിശ്ചയിച്ച സമയത്തിനുള്ളിലായിരിക്കണം. സോക്സ് ഇടുമ്പോൾ മറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ചില സോക്സുകളുണ്ട് ആംഗിൾ സോക്സ് എന്നൊക്കെ പറയും, ഞെരിയാണി വരെ എത്തുള്ളൂ അല്ലേ. അതെന്ത് ചെയ്യൂല, നമ്മളെ മടമ്പ് ഫുള്ളായിട്ട് പിന്നെ കയറൂല, ആ ഞെരിയാൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ നിൽക്കും. അങ്ങനത്തെ സോക്സ് ആണെങ്കിൽ പറ്റുമോ, പറ്റൂല. കാരണം ഹുഫ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗംബൂട്ട് പോലെ ഇങ്ങനെ നല്ല പിന്നെ ചുറ്റി എന്തുണ്ടാവും, നല്ല മുകളിലേക്ക് വുളുവിൻ്റെ അവയവങ്ങൾ ഫുള്ള് മറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ കാലിൽ വുളുവിൻ്റെ ഭാഗങ്ങൾ ഫുള്ള് മറഞ്ഞിരിക്കണം. അപ്പം നഖം മുതൽ നമ്മളുടെ ആ മടമ്പും ഞെരിയാനിൻ്റെ ഭാഗം അതൊക്കെ കയറി നിൽക്കണം. വുളുവിൻ്റെ കാലിൽ നമ്മൾ വുളു എടുക്കുമ്പോൾ കാലിൻ്റെ ഏതൊക്കെ അവയവം ഏത് ഭാഗം വരെ കഴുകണം, അതുവരെ എന്ത് ചെയ്യണം, സോക്സ് മറഞ്ഞിരിക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. ചില സോക്സുകൾ ഉണ്ടാവും, പിന്നെ ഓട്ടോട്ടെല്ലാം ഒക്കെ ഉണ്ടാവും, ചില മോഡൽ അതൊന്നും പറ്റൂല, മുഴുവനായിട്ട് എന്ത് ചെയ്യണം, മറിഞ്ഞിരിക്കണം. മറ്റൊന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് മുത്തലക്കൻ സോക്സിൽ തടവാം, അഥവാ നേരിയ സോക്സാണ് എങ്കിലും കട്ടിലെ സോക്സാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊരു പ്രബലമായ അഭിപ്രായമായിട്ട് മനസ്സിലാവുന്നില്ല. പ്രബലമായി നമുക്ക് മനസ്സിലാവുന്നത് നല്ല നേരിയ സോക്സാണ് എങ്കിൽ അതിൽ തടവാൻ പാടില്ല. അഥവാ വെള്ളം ഇങ്ങനെ നമ്മൾ തടവുമ്പോഴേക്ക് തന്നെ വെള്ളം നമ്മൾ കാലുമ തൊലിമ ഇങ്ങനെ തട്ടണ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ നേരി അതേപോലെ അങ്ങനെ നോക്കിയാൽ നമ്മളെ തൊലി ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ ആ സോക്സ് ഇട്ട് നമുക്ക് മുറ്റത്ത് കൂടെ തന്നെ നടക്കാൻ വയ്ക്കില്ല കല്ലുത്തിയിട്ട്. ഇങ്ങനത്തെ നേരിയ സോക്സുകളാണെങ്കിൽ അതിൽ തടവാൻ പാടില്ല. കുറച്ച് നല്ല കട്ടില്ലേ നമുക്ക് അതിൽ വേണമെങ്കിൽ അങ്ങോട്ട് ഇവിടെ നടക്കാനൊക്കെ പറ്റണേ, അല്ലെങ്കിൽ തടവിയാൽ ഉള്ളിലേക്ക് വെള്ളം എത്താത്ത, അല്ലെങ്കിൽ തൊലിയുടെ നിറം പുറത്തേക്ക് കാണാത്ത അങ്ങനത്തെ സോക്സുകളാണെങ്കിൽ ഇത് അനുവദനീയമാണ്. അല്ലാഹു അഅലം. ഒരു തടവൽ തന്നെ ഉള്ളു, തടവേൻ്റെ രൂപം നമ്മൾ പിന്നെ വിരൽ മുതൽ മുകളിലേക്ക് ഇങ്ങനെ തടവണം. വലത്തേ കാല് വലത്തേ കൈ കൊണ്ട് തടവണം, ഇടത്തേ കാല് ഇടത്തേ കൈ കൊണ്ട് തടവണം. എന്നാൽ ഒരാൾ വലത്തേ കൈ കൊണ്ട് രണ്ടും തടവിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അഫ്ദലായ രൂപം എങ്ങനെ, വലത്തേ കൈ കൊണ്ട് വലത്തേ കാല്, ഇടത്തേ കൈ കൊണ്ട് ഇടത്തേ കാല്, അതേപോലെ വിരൽ മുതൽ മുകളിലേക്ക് ഒരു തടവലാണ് തടവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.